طلعنا بأواعينا يعني ما أخذناش شيء لأنه بدنا نرجع بعد ساعتين ليش نحمل فبنستنظر في الساعتين لحد الآن إحنا. اعتادت إذاعات الأنظمة العربية القول لنا ابتعدوا عن الجبهة، إنها مسألة 10 أيام أو أسبوعين على الأكثر وسنعيدكم إلى عكار. هكذا اعتقدنا، والآن طوينا 50 عاما. جيش الإنقاذ انسحب من المدينة فأدى إلى أن الناس بدأت ترحل. سبب بالذات مثل الخليل كانت بتخاف من أن ينتقم اليهود في ذلك الوقت من مذبحة 29. فهذا الخوف سيطر على الناس مما أدى إلى أن يخرج الناس بشكل عشوائي من البلد. اطلعوا على الأردن. هذا الخوف سيطر على الناس بالعصابات الصهيونية. ماذا؟ أسبوعين؟ هذا كثير جدا. ساعتين زمان لبينما نحرر. هذه كذب. 1948 കോൺഫ്ലിക്റ്റിലൂടെ ഈ നക്ബ എന്ന് പറയുന്ന ഒരു കള്ളത്തരം അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നക്ബ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ പ്ലേ ചെയ്ത ആ വീഡിയോ ഇൻക്ലൂഡിങ് നമ്മുടെ മഹമ്മൂദ് അബ്ബാസ് വരെ പറയുന്നത് നമ്മൾ അതിനകത്ത് കേട്ടു. കുറച്ച് ഭാഗമേ നിങ്ങൾ കേട്ടുള്ളൂ, ബാക്കി ഇനി നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. അത് നമ്മളിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേൽ പാലസ്തീൻ വിഷയം അത് നമ്മൾ പല കാലങ്ങളായിട്ട് പല ആളുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഒക്ടോബർ 7 ശേഷമുള്ള വിഷയം അതിലും നമ്മൾ പല കാര്യങ്ങളും കേട്ടു. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് വിശദീകരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്നൊരു സംഗതിയാണ് ഈ നക്ബ എന്ന് പറയുന്നൊരു സംഭവം. ഈ ഒരു വിഷയം എടുത്തു വെച്ചിട്ടുകൊണ്ടാണ് ജൂതന്മാരെന്തോ ചെയ്തു, ജൂതന്മാർ നടത്തിയിട്ടുള്ള എന്തോ വലിയൊരു പ്രശ്നം, അപ്പോൾ അത് പണ്ടേ അങ്ങനെയാണ്, അതിൽ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഗാസയോടൊപ്പം നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു വലിയ നീതി നിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ വരിക. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ നക്ബ എന്ന് പറയുന്നൊരു സംഭവം അതെങ്ങനെ എവിടെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, അതിന് മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്താണ്, അതിലവർ പറയുന്ന പ്രകാരമുള്ളൊരു കൊളോണിയൽ ശക്തിയായിട്ട് ഇസ്രായേൽ നിലനിന്നിട്ടുണ്ടോ, അവർ ആട്ടി ഓടിച്ചവരായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ചരിത്രം അറിയുക എന്നുള്ളതാണ്. അതാണ് നമ്മളിന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടിന്ന് നമുക്ക് അത് അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അത് ചെയ്ത് മുന്നോട്ട് വന്നത് നമ്മളുടെ പിങ്ക് യൂണിക്കോൺ തന്നെയാണ്. യൂണിക്കോണിന് വലിയ നന്ദിയുണ്ട് ആദ്യമേ തന്നെ. പക്ഷേ നമ്മളിപ്പോൾ തുടക്കത്തിലേ പറയാണ്. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് പിങ്ക് യൂണിക്കോണെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ വെൽക്കം പിങ്ക് യൂണിക്കോൺ. അപ്പോൾ ആരിഫ് എന്നോട് ഈ വിഷയം അവതരിപ്പിക്കാൻ പറഞ്ഞപ്പം ഞാൻ ആരിഫിനോട് പലതവണ ചോദിച്ചു, ഇതെന്നെ കൊണ്ട് പറ്റുമോ ഷാജിയേട്ടാ, ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അപ്പോഴൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് ആരിഫിനെ പ്രത്യേകം നന്ദി. പിന്നെ ആസ് യൂഷ്വൽ ഈ ഇത് പഠിക്കാനൊരു അവസരമായിട്ട് ഞാനിത് എടുത്തു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹിസ്റ്ററിയിൽ തുടങ്ങിയിട്ട് അതിന്റെ പല ഏടുകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ നക്ബ വരെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളും എന്നെ പോലെ തന്നെ ഈ വീഡിയോ കേൾക്കുക, കാണുക, എന്നിട്ട് നിങ്ങൾ സ്വയമായിട്ട് തന്നെ നിങ്ങൾ അന്വേഷിക്കുക, എന്നാലേ ഉള്ളൂ അത് മനസ്സിൽ തങ്ങുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇതൊരു ബിഗിനിങ് പോയിന്റ് ആയിട്ട് മാത്രം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ചരിത്രത്തിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഭിലാഷ് മോഹൻ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ അത് തിരിച്ചാണ് എടുക്കുന്നത്. അഭിലാഷ് പറഞ്ഞത് നമ്മൾ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ അന്വേഷിക്കണം എന്നാണല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് അന്വേഷിച്ച് 48 വരെ എങ്ങനെ എത്തിക്കുന്നു വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ആരിഫ് എപ്പോഴും കോയ കോളിങ്ങിലൊക്കെ പലരും വിളിക്കുമ്പം അവര് ചോദിക്കും, ചരിത്രത്തിൽ നിന്ന് 48 പോയാലേ പറ്റുമോ? അപ്പം ആരിഫ് പറയും, എവിടേക്കാ നിങ്ങൾക്ക് കുഴിക്കേണ്ടത്, എവിടെ കുഴിച്ചാലും ഇസ്രായേൽ തന്നെയാണ് ശരിയെന്ന് ആരിഫ് കോൺഫിഡന്റ് ആയിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇത് പഠിച്ചപ്പം
മനസ്സിലായി. നമുക്ക് എവിടെ കുഴിച്ചാലും കൂടുതൽ ശരി, ഞാൻ എല്ലാം ശരിയൊന്നും പറയുന്നില്ല, കൂടുതൽ ശരികൾ നമുക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഇതില് പറയാൻ പോകുന്നത്. ഈവൻ നഖ്ബയാണല്ലോ അവരെ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ടുവരുന്നത് ഇസ്രായേലിനെ അഗേൻസ്റ്റ്. പിന്നെ റെഫ്യൂജി പ്രോബ്ലം, ഞാനും പലതവണ സേവ് ഗാസ എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എനിക്ക് ആ സമയത്ത് റെഫ്യൂജികൾ ഉണ്ടല്ലോ, അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് ഞാനും സേവ് ഗാസ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അതിലും നമ്മൾ വായിക്കാത്ത ചരിത്രങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത നെറേറ്റീവ്സ് ഉണ്ട്, ചരിത്രം എങ്ങനെ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്, ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പഠനം കൂടിയാണ് ഈ എപ്പിസോഡിന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാം ഒന്നും നമുക്കിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. സോ അതിന്റെ അത്രയൊക്കെ അതിമോഹം ഒന്നും എനിക്ക് ഇല്ല. നമുക്ക് കുറച്ച് ഏടുകളിലൂടെ കടന്നു പോകാം. എന്നിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ ചില വോക്കുനാസികൾക്ക് അങ്ങോട്ടും ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്നും കരുതുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓ കണ്ടു വന്നു വന്നില്ലേ? ഓക്കെ. യെസ്. അപ്പൊ ഇന്ന് നമ്മള് ഒരു 4000 കൊല്ലം തന്നെ കുഴിച്ചാലോ ആരിഫെ? തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഈ 4000 കൊല്ലത്തിന്റെ ഹിസ്റ്ററി ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനപ്പാടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ പറയുന്ന പോലെ അതൊക്കെ ഒരു അതിമോഹമായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഒരു 2000 അധികം കൊല്ലം മുന്നേ ഒന്നുമില്ല, ഒരു 2000 BC. ഓക്കെ. എന്നിട്ട് നമുക്കൊരു കഥ പറഞ്ഞാലോ? ഒരു കഥ ചൊല്ലട്ടുമാ? യെസ്. 2000 BC നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ. അതായത് 2000 BC മുതൽ ഉള്ള ഒരു ചരിത്രം അതെടുത്ത് കഴിയുമ്പോൾ അബ്രഹാം, ജേക്കബ്, 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, ഇതിനെക്കുറിച്ച് നമ്മളിവിടെ പറയും. അതിനുശേഷം നമ്മളുടെ 13th to 12th century BC സംഭവിക്കുന്ന എക്സോഡസ്, മോസസ്, റീസെറ്റിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസ് ലാൻഡ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ 1000 BC ശേഷം യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. സോളും ഡേവിഡും സോളമനും കൂടി ഭരിച്ച ആദ്യത്തെ ആ ഒരു കിങ്ഡം, അതിൻ്റെ പേര് യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്നൊക്കെ വിളിക്കുന്ന ആദ്യമായിട്ടുണ്ടായ ആ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാജ്യമാണ്, നേഷനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ പറയും. ഇതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് പിടികിട്ടും. യെസ്. ഓക്കെ. അപ്പം ഇതാണ് തുടക്കം. 2000 BC മുതൽ നമുക്ക് തുടങ്ങാം. അപ്പം എന്നോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം തുടങ്ങിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് തുടങ്ങിയത് പടച്ചോനാണെന്ന് ഞാൻ പറയാം. ആരുടെ പടച്ചോനാണത്? അതാണ് നമ്മുടെ അബ്രാഹാമിന്റെ പടച്ചോൻ. ആരാണ് അബ്രഹാം? അബ്രഹാം എന്ന് നമുക്ക് പറയാം ദ അൾട്ടിമേറ്റ് ബാപ്പ ഓഫ് ഓൾ സെമിറ്റിക് മതങ്ങൾ. അദ്ദേഹമാണ് അബ്രഹാം. അപ്പം എന്ത് സംഭവിച്ചു? 2000 BC അബ്രഹാം ചുമ്മാ അങ്ങനെ മൂപ്പരെ വീട്ടിലിരിക്കുകയായിരുന്നു മെസപ്പൊട്ടേമിയയിൽ, ഒരു തണുത്ത വെളുപ്പാങ്കാലം. അപ്പം അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടാവുന്നു. പഠിച്ചോനോ ദൈവം എന്താ ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അറിയില്ല. എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും മുന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഏതോ ഒരു പഠിച്ചോൻ അദ്ദേഹത്തോട് പറയുന്നു, അബ്രഹാമേ, നീ ഇവിടെ ഒന്നും ജീവിക്കേണ്ട ആളല്ല, നീ പോകേണ്ടത് കനാൻ പ്രദേശത്തേക്കാണ്, അവിടെ ഫുൾ അടിപൊളി സെറ്റപ്പ് ഉണ്ട്, നീ എന്താ അവിടെ ഇരിക്കണേ, നീ അങ്ങോട്ടേക്ക് പോന്ന് പറയും. അപ്പൊ അബ്രഹാം പറയാം, എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ, പഠിച്ചോൻ പറഞ്ഞല്ലേ ഒന്നുമില്ലെങ്കിലും. അങ്ങനെ മൂപ്പരെന്ത് ചെയ്യും? മൂപ്പരുടെ മോനെയും ഐസക്കിനെയും കൂട്ടി അങ്ങോട്ടേക്ക് യാത്ര തിരിക്കും. അപ്പൊ ഐസക്ക് ആയിട്ട് യാത്ര തിരിക്കും. അദ്ദേഹത്തിന്റെ ഈ റൂട്ട് ഇതാണ്, കാണുന്നുണ്ടോ? ചേഞ്ച് ആവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു. അപ്പം അദ്ദേഹം ഈ മെസപ്പൊട്ടേമിയന്ന് ഇങ്ങനെ പോവാണ് കനാനിലേക്ക്. ഇതിന്റെ കൃത്യ റൂട്ടൊന്നും നമുക്കറിയില്ല, അദ്ദേഹം ഈജിപ്തിലാണ് എത്തിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിവേ, യാത്ര തുടങ്ങുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് ആയിട്ടുള്ള ഐസക്ക് ആ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ജേക്കബ്, ഈ ഇദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക, യാക്കൂബ്, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ടായിരുന്നു ഇസ്രായേൽ, അദ്ദേഹമാണ് പിന്നീട് യാത്ര തുടരുന്നത്. ഓക്കെ. പിന്നെ ഈ ജേക്കബിന് 12 മക്കളുണ്ടായിരുന്നു. നമ്മുടെ പറയപറ്റ പന്തിരുകുലം എന്നൊക്കെ പറയുന്ന പോലെ 12 സൺസ് ഉണ്ടായിരുന്നു ജേക്കബിന്. അങ്ങനെ ഈ 12 മക്കളാണ് പിന്നീട് 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ജേക്കബിന്റെ മക്കളാണ്. ഈ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ആണ് പിന്നീട് ഇസ്രായേലിന്റെ ഭാവിയെ നിർണയിക്കുന്ന ആളുകളായിട്ട് വരുന്നത്. അത് നമുക്ക് കഥയിൽ പിന്നീട് കാണാം. അപ്പൊ ഈ കഥ ഞാൻ ഇപ്പൊ തൽക്കാലം അവസാനിപ്പിക്കുന്നത് ജോസഫിലാണ്. ജോസഫും ഇദ്ദേഹത്തിന്റെ ഒരു പുത്രൻ തന്നെ ആയിരുന്നു. ജോസഫിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് തന്നെ ഈജിപ്തിലെ ഫറോയ്ക്ക് വിറ്റു. അപ്പൊ ജോസഫ് ഈജിപ്തിൽ ഒരു സ്ലേവായി മാറുകയാണ് ഉണ്ടായത്.
അതാണ് ഈ കാലഘട്ടത്തെ പറ്റി പറയാനുള്ളത്. ഓക്കെ, എനിക്കൊരു കാര്യം ചെയ്യണ്ട. ആരിഫ് എന്താ ഇത്ര മിണ്ടാതിരിക്കുന്നത്? ഞാനിത് മോണോലോ. ഇല്ലല്ല, ഞാൻ കേൾക്കാണ്, ഞാൻ പഠിക്കാണ്, ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചോണ്ടിരിക്കാണ്. ഓക്കെ ഓക്കെ, എന്താ ഞാൻ ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചത് നീണ്ടുപോയി, അതുകൊണ്ട് പരമാവധി പക്ഷെ അത്യാവശ്യം മാത്രം. ബോറിംഗ് ആയി പോകും. ഇല്ലല്ല, വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? അപ്പം ജോസഫും കൂട്ടുകാരും അല്ല അവരുടെ കുടുംബവും ഈജിപ്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പം പിന്നെ വരുന്നതാണ് എന്ത്? എക്സോഡസും നമ്മുടെ മോസസും ഒക്കെയാണ് പിന്നെ വരുന്നത് 13th to 12th century BC. അപ്പം ഈജിപ്തിൽ ഇവരെ സ്ഥിതി അത്ര സുഖകരമായിരുന്നില്ല. അവരെ ഈജിപ്തിലെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പം അവർ വിചാരിച്ചു എന്നാ പിന്നെ ഈജിപ്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അപ്പോഴാണ് മോസസ് അവർക്ക് വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്തുന്നത്. അതിന്റെ കൂടെ തന്നെ മോസസിന് സൈനായിൽ വെച്ചിട്ട് തോറ റിവീൽ ആവുന്നതുകൊണ്ട് ഇതിലൊക്കെ ദൈവത്തിന്റെ കളികളാണ് കേട്ടോ. പക്ഷെ ദൈവം എന്തിനാണാവോ അവർ ഈജിപ്തിലേക്ക് എത്തിച്ചത്? അപ്പൊ ആ കഥയിലൊന്നും ചോദ്യമില്ല, അത് എത്തിച്ചു. ഓക്കെ, അങ്ങനെ മോസസ് എന്ത് ചെയ്യുന്നു? ഈ ഈജിപ്തിലുള്ള ഈ ഫറോ കുടുംബത്തിന്റെ മുകളിൽ പ്ലേഗ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുന്നു, പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അങ്ങനെ അദ്ദേഹം ഫൈനലി, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഈ ഇമേജ്, റെഡ് സീ പിളർത്തി അദ്ദേഹത്തിന്റെ ജനതയെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു, ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക്. ഓക്കെ, പക്ഷെ എന്നിട്ട് അവര് കനാൻ പ്രദേശത്ത് എത്തിയോ? ഇല്ല. അവര് വീണ്ടും 40ഓളം കൊല്ലങ്ങൾ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരുന്നു. എന്നിട്ടും അവർ ആ പ്രോമിസ് ലാൻഡിൽ ഇതുവരെ എത്താൻ പറ്റിയില്ല. അപ്പം നമുക്ക് തോന്നും ഇതെന്താണിത്, പഠിച്ചോൻ ഇവിടെ എത്തിക്കണല്ലോ. എന്നാ പിന്നെ നമ്മുടെ ആരിഫ് ലോർഡ് ഓഫ് ദ റിങ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ലോർഡ് ഓഫ് ദ റിങ്സിൽ എനിക്ക് ഉണ്ടായ ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് ഇവിടെ. ലോർഡ് ഓഫ് ദ റിങ്സിൽ ലാസ്റ്റ് ഫ്രോഡോനെ ഒരു പക്ഷി, എനിക്ക് തോന്നുന്നു ആ പക്ഷിയാണ് ലാസ്റ്റ് എല്ലാരെയും മോർഡോറിൽ എത്തിക്കുന്നത്. എന്നാ പിന്നെ ഫ്രോഡോനെ ആദ്യം തന്നെ പക്ഷിക്ക് അവിടെ എത്തിച്ചൂടെ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ പ്രസന്റേഷൻ കഴിഞ്ഞ് നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ, അത് ഞാൻ പറയാണ്. ഇതൊക്കെ ജനസിസോ ബൈബിളിലൊക്കെ ഉള്ള കഥകളാണ്. അപ്പൊ ക്രിസംഗികൾ പ്ലീസ് സൈഡിൽ മാറി, ബി കെയർഫുൾ, മൈറ്റ് ഹേർട്ട് യുവർ സെന്റിമെന്റ്സ്. അപ്പം എനിവേ, അപ്പം നമ്മുടെ അടുത്തി ഇവര് ഇങ്ങനെ കുറെ കാലം വാണ്ടർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും അവർക്ക് എത്താൻ പറ്റിയില്ല കാനാൻ പ്രദേശത്ത്. ഓക്കെ, പിന്നെയാണ് ആര് വരുന്നത്? ജോഷുവ ഇവരുടെ ലീനേജിൽ തന്നെയുള്ള ആളാണ് ജോഷുവിന്റെ നേതൃത്വത്തിലാണ് ഇവർ ഫൈനലി അവസാനം പറഞ്ഞ ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്താണ്? ഈ പ്രോമിസ്ഡ് ലാൻഡിന്റെ പ്രത്യേകത എന്ന് ആലോചിക്കുമ്പോൾ അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലാൻഡ് തന്നെയാണ്. അതൊരു കോസ്റ്റൽ ഏരിയ ആയിരുന്നു, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, പല വേറെ സ്ഥലങ്ങളിലേക്കുള്ള ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു. അതൊരു സ്ട്രാറ്റജിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ അന്ന്. അപ്പൊ ചുമ്മാ പഠിച്ചോൻ പറഞ്ഞല്ലോ അവിടേക്ക് പോയിക്കൊന്നു, അത് നല്ല സ്ഥലം തന്നെയായിരുന്നു. ഓക്കെ, എന്നിട്ട് ജോഷുവയുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു. ഫൈനലി ഇസ്രായേലിയറ്റ്സ് ജോർദാൻ റിവറും കടന്ന് കനാൻ പ്രദേശത്ത്, അതായത് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അന്ന് പഠിച്ചോൻ അബ്രാമിന് വാക്ക് കൊടുത്ത പോലെ എത്തുന്നു. അപ്പം അത് അവർ കണക്കാക്കുന്നത് പഠിച്ചോന്റെ പ്രോമിസ് നിറവേറ്റി എന്നുള്ളതാണ് അവർ ആ സമയത്ത് കണക്കാക്കുന്നത്. പക്ഷെ എന്താ സംഭവം? അവിടെ തീരുന്നില്ല. അവര് വീണ്ടും എരിത്തീയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്താണ് അവരെത്തിയത്. കനാനിലും വലിയ സുഖമൊന്നുമില്ല. കാരണം കനാനിൽ ഓൾറെഡി പലതരത്തിലുള്ള ട്രൈബ്സ്, അവിടെ ഓൾറെഡി ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെ പല ട്രൈബ്സും ഉണ്ടായിരുന്നു അവരില്. പിന്നെ മാത്രമല്ല അതിന്റെ നെയ്ബറിംഗ് പ്രദേശത്ത് ഫിലിസ്റ്റീൻസ്, മുദ്ര ശ്രദ്ധിക്കുക, ഇത് വീണ്ടും വരും, ഫിലിസ്റ്റീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രൈബ്സ് ഉണ്ടായിരുന്നു. പിന്നെ കാനാനൈറ്റ്സ് ആയിട്ടുള്ള തന്നെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ പുറത്തുനിന്ന് വന്നവരാണല്ലോ, വരത്തന്മാരാണല്ലോ. അവരുടെ ഫെയ്ത്തും വ്യത്യാസമാണ്. അവർക്ക് ഈ തോറൊക്കെ റിവീൽ ചെയ്ത് ജൂദായിസം പ്രാക്ടീസ് ചെയ്യുന്ന ഇവരുമായിട്ടുള്ള സംഘർഷങ്ങൾ നിരന്തരം അപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് ജൂതർക്കിടയിൽ ഒരു രാജാവ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. കുറച്ചൊരു ജഡ്ജസ് എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു റിലീജിയസ് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് ഒരു മിലിറ്ററി ലീഡർഷിപ്പും അവർ ഏറ്റെടുത്തിരുന്നു. ഡിസ്പ്യൂട്ട്സ് ഒക്കെ ചെറിയ രീതിയിൽ സോൾവ് ചെയ്തിരുന്നു. സ്പിരിച്വൽ ഗൈഡൻസ് കൊടുത്തിരുന്നു. ഒരാൾ ദൈവം പോലുള്ള സെറ്റപ്പിൽ കുറച്ച് ജഡ്ജസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അവരുടെ ജനതയെ അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് രാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ നേതൃത്വത്തിൽ അവരിങ്ങനെ ഈ കാനാനൈറ്റ്സും ആയിട്ടുള്ള സംഘർഷങ്ങളുടെ ഇടയിലൂടെ വലിയ സുഖമൊന്നുമില്ല, എന്നാലും അവിടെ കാനാൻ പ്രദേശത്ത് വസിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ ഫിലിസ്റ്റീൻസിനെ പറ്റിയ ഒരു കാര്യം കൂടി പറയാം.
ഫിലിസ്റ്റീൻസ് ഈ കാനാന്റെ സദേൺ കോസ്റ്റിൽ ജീവിച്ചിരുന്ന ഒരു വേറെ ട്രൈബായിരുന്നു. സീ പീപ്പിൾ എന്നൊക്കെ പറയാം അവരെ പറ്റിയിട്ട്. ശ്രദ്ധിക്കേണ്ടത് അവർ ഇസ്രായേലേറ്റ്സും ആയിരുന്നില്ല, അവർ അറബ്സും ആയിരുന്നില്ല, അവർ വേറെ തന്നെ ഒരു ആളുകൾ ആയിരുന്നു. അല്ലെ ആരിഫ്? അതെ, അവർ ഈ ഗ്രീസിൻ്റെ ഒക്കെ ആ ഭാഗത്തുനിന്ന് വന്ന് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. അവർ അറബ്സ് ആയിരുന്നില്ല അവരുടെ ലീനിയേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ കുറെ കാലം രാജാവൊന്നും ഇല്ലാണ്ട് ഇസ്രായേലേറ്റ്സ് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രാജാവിന് വേണ്ടി ഈ ഗ്രാമം കൊതിച്ചു. അപ്പോഴാണ് ആര് വരുന്നത്? സോൾ വരുന്നത്. സോൾ വന്നിട്ട് ഈ ട്രൈബ്സിനെയൊക്കെ യുണൈറ്റ് ചെയ്തു. ഈ 12 ട്രൈബ്സിനെയൊക്കെ യുണൈറ്റ് ചെയ്തു. എന്നിട്ട് അവരെ ഈ മറ്റു ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ട്രൈബ്സിനെതിരെയൊക്കെ അവരെ കച്ചകെട്ടി യുദ്ധത്തിന് വേണ്ടിയിട്ടും മറ്റും. അപ്പൊ സോൾ ആണ് ശരിക്കും യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ. അപ്പോഴാണ് ഫസ്റ്റ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു കിങ്ഡം ഉണ്ടാവുന്നത്. അതിന്റെ ഫസ്റ്റ് രാജാവ് സോൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേവിഡ് അല്ലെങ്കിൽ ദാവീദ് വരുന്നു. ദാവീദിന്റെ സമയത്താണ് നമുക്ക് പറയാം ഇസ്രായേലിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നത് ഡേവിഡിന്റെ സമയത്താണെന്ന് പറയപ്പെടുന്നു. ജെറുസലേം അതിന്റെ ക്യാപിറ്റൽ ആക്കുന്നതും ഡേവിഡാണ് ആ സമയത്ത്. ഓക്കെ. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് തുടങ്ങിയത് നമ്മൾ ബൈബിളിൽ നിന്നും അതുപോലുള്ള സാധനങ്ങളിൽ നിന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ബൈബിളിലോ അല്ലെങ്കിൽ തോറയിലോ ഒന്നുമല്ല. ഇത് ആർക്കിയോളജിക്കൽ എവിഡൻസും ഇതുപോലുള്ള സംഗതികളും ഉള്ള ചില വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് ഇത് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥകൾ എപ്പോഴും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കഥകൾ പിന്നീട് നമ്മളെ നാട്ടിലുള്ള ചില സംഗതികളുമായിട്ട് അത് കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് കഥകൾ ഉണ്ടാക്കുന്നതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി കഥകളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ പിന്നീട് ഇങ്ങനെ മുന്നോട്ട് വന്നത് അത് അതേപോലെ എഴുതി വെച്ചാൽ. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മഹാഭാരതം പറയുന്നു അല്ലെങ്കിൽ രാമായണം പറയുന്നു. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കാണുന്നു. അയോധ്യ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സംഭവങ്ങൾ എന്ന് പറഞ്ഞ പോലെ ആവാം. എന്തു തന്നെയായാലും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫസ്റ്റ് ടെമ്പിൾ പണിതത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേവിഡിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം പല തരത്തിലുള്ള എവിഡൻസ് ആയിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്തുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തെളിവില്ലാത്ത സംഗതികളല്ല എന്നുള്ളതാണ്. പിന്നെ 2000 BC അതൊക്കെ നമ്മൾ ജെനസിസും ബൈബിളിൽ നിന്നുള്ള കഥകൾ തന്നെയാണ് എടുത്തത്. അപ്പൊ നിങ്ങൾ എത്തീസ്റ്റ് ആയ നിങ്ങൾ ബൈബിൾ എടുക്കുക എന്നുള്ള മണ്ടൻ ചോദ്യങ്ങളായിട്ട് വരാതിരിക്കുക. ദാറ്റ്സ് വെരി സില്ലി. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള പലതിനും ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. ദാറ്റ് വാസ് എ ഗുഡ് പോയിന്റ്. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് ഡേവിഡിന്റെ സമയത്ത് വരുന്നു. പിന്നെ ജസ്റ്റ് ഇത് പറയാം, ഡേവിഡ് ആൻഡ് ഗൊലായത്ത്. ഇത് ഒരു നല്ല കഥയാണ്, നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ഗൊലായത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫിലിസ്റ്റീൻ ആയിരുന്നു. ഗൊലായത്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഡേവിഡ് വളരെ ചെറിയ, അപ്പൊ ഒരു അണ്ടർഡോഗ് ആയിരുന്നു. എന്നിട്ടും ഡേവിഡിന് ഗൊലായത്തിനെ തോൽപ്പിക്കാൻ പറ്റി, ഫിലിസ്റ്റീനായ. എന്നിട്ട് ജെറുസലേം ക്യാപ്ചർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ വീണ്ടും കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് അല്ല, മീൻസ് കൂടുതൽ ഒരു യുണൈറ്റഡ് ചെയ്യുന്നു ഡേവിഡ്. പിന്നെ വരുന്നത് സോളമനാണ്. കാര്യമായിട്ട് ചെയ്തത് എന്ത്? ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ഇസ്രായേൽ ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നെ ട്രേഡും അത്തരത്തിലുള്ള മറ്റ് പ്രദേശങ്ങളായിട്ടുള്ള അലയൻസസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതും കൂടുതൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിങ്ഡം ആക്കാനും സോളമൻ വളരെയധികം പ്രയത്നിച്ചു. പക്ഷെ സോളമന്റെ മൊണാർക്കിന്റെ ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോഴത്തേക്കും അദ്ദേഹം വേറെ കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ടാവുന്നു. ടാക്സേഷൻ വളരെ അധികമായിരുന്നു ആ സമയത്ത്. പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള പല കോൺഫ്ലിക്ട്സും. അങ്ങനെ സോളമന്റെ ഭരണം തുടങ്ങിയത് അടിപൊളിയായിട്ടാണെങ്കിലും ടുവേർഡ്സ് ദ എൻഡ് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ഇനി നമ്മൾ വരുന്നത് 960 BCE മുതൽ 1517. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ യുണൈറ്റഡ് കിങ്ഡം എങ്ങനെ സെപ്പറേറ്റ് ആവുന്നു. അത് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ബൈബിളിൽ നിന്ന് തുടങ്ങി സോളമൻ കിങ്ഡം ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടാകുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് ഒരു 960 BC മുതൽ 1517 BCE വരെയുള്ള, അതായത് നമ്മളുടെ കോമൺ ഇറ, അതുവരെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ പല സംഗതികൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അസീറിയൻസിൻ്റെ അറ്റാക്ക് വന്ന സമയം, അതുപോലെ പേർഷ്യൻ ഇറ, ബാബിലോണിയൻസിൻ്റെ, ഹെലനിസ്റ്റിക്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അതുപോലെ റോമൻ പീരീഡ്, പിന്നെ ബൈസാൻറ്റിയൻ പീരീഡ്, ഇതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കാണുകയാണ്. അതിൽ റോമൻ പീരീഡിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഇസ്രായേലിന് ഉണ്ടായിരുന്ന ആ പേര്, ആ ജൂത സംഗതികളെല്ലാം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് അവിടെ പാലസ്റ്റൈൻ എന്നുള്ള പേര് വരുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം വീഡിയോ തുടർന്ന് നിങ്ങൾ കാണാം.
ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ, എന്താണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ 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 അപ്പം നമ്മൾ കഥ തുടരുന്നു. നമ്മൾ കണ്ടു എങ്ങനെയാണ് മൊണാർക്സ് ഇസ്രായേലിനെ യോജിപ്പിച്ച് ഒരു കിങ്ഡം ഓഫ് ഇസ്രായേൽ വലിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സോളും ഡേവിഡും സോളമനും എല്ലാം കൂടി ഒന്നിപ്പിച്ചായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അത് പോയി, അത് കഴിഞ്ഞ് അത് പിന്നെ ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ ഒന്നാമത് സോളമൻ മരിക്കുന്നു, പിന്നെ അവിടെയുള്ള റഹബോം മറ്റോ ആണ് അദ്ദേഹത്തിന്റെ മോന്റെ പേര്, ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാലം വരുന്നു, അവിടെ വീണ്ടും ഹെവി ടാക്സേഷൻ വരുന്നു, പിന്നെ ഫോഴ്സ്ഡ് ലേബർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ മൊത്തത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള സിവിൽ കോൺഫ്ലിക്ട്സ് ഒരു റിബല്യനിലേക്ക് നീങ്ങുകയും ഈ യുണൈറ്റഡ് കിങ്ഡം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്രായേലും മേലെയും താഴെ ജൂദയ. അപ്പൊ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് എന്ത് വരുന്നു? സമരിയ വരുന്നു. ജൂദയന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമും വരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആവുന്നു. പിന്നെ ഈ സെപ്പറേറ്റ് ആവുന്നതോടുകൂടി ഇതാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഇത് സെപ്പറേറ്റ് ആവുന്നതോടുകൂടി ഇസ്രായേലും ജൂദയും വളരെ വൾണറബിൾ ആവുകയാണ് എക്സ്റ്റേണൽ അറ്റാക്സ്. അത് നമ്മളിപ്പോ കാണാൻ പോകും, മീൻസ് ഇപ്പൊ കാണും. ആ എക്സ്റ്റേണൽ അക്വിസിഷൻസ് ആൻഡ് അറ്റാക്സ് അതാണ് ഇസ്രായേലിന്റെ ഫ്യൂച്ചർ ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ ഷേപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ ഇപ്പൊ കാണും. ഓക്കെ, അപ്പം 722 BC മുതൽ 586 BC വരെ മെയിൻ ആയിട്ട് നടന്നത് അസീറിയൻ ആൻഡ് ബാബിലോണിയൻ കോൺക്വസ്റ്റ് ആണ്. ആദ്യം തന്നെ ഒരു 722 BC ആവുമ്പോൾ അസീറിയൻസ് വരുന്നു. അവര് നോർത്തേൺ കിങ്ഡം, അതായത് ഇസ്രായേല് അവരെടുത്തുകൊണ്ട് പോകുന്നു. അവിടെയായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 12 ട്രൈബ്സിലെ 10 ട്രൈബ്സ് ഇസ്രായേലിലായിരുന്നു. അത് പിന്നെ അറിയപ്പെടുന്നത് ലോസ്റ്റ് ട്രൈബ്സ്, അതായത് അവര് അവിടെ അസിമിലേറ്റ് ആവുകയോ വേറെ എങ്ങോട്ടെങ്കോ പലായനം ചെയ്യുകയോ അവര് പിന്നെ അവരുടെ ആ ഒരു ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. ആ 10 ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് പിന്നെ അവർ അറിയപ്പെടുന്നത്. അവർ കാണാതെ ആവുന്നു. അത് കഴിഞ്ഞ് പിന്നെ 586 BC ബാബിലോണിയൻസ് വന്നിട്ട് ആ മൊത്ത ഏരിയ അവര് കോൺകർ ചെയ്യുന്നു, ജുദായ ഉൾപ്പെടെ. എന്നിട്ട് അവര് ഈ നമ്മുടെ ഫസ്റ്റ് ടെമ്പിൾ ഉണ്ടായിരുന്നല്ലോ സോളമൻ ബിൽഡ് ചെയ്ത, അത് തകർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരെ നിർബന്ധിച്ച് ബാബിലോണിലേക്ക് എക്സൈലിന് വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. പക്ഷെ ഈ സ്ട്രഗിളിലൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇവരുടെ ഫെയ്ത്ത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ് ചെയ്യുന്നത്. ജൂദായിസത്തിനോടുള്ള അവരുടെ ആ ഫെയ്ത്ത്. അവർ എക്സൈലായിട്ട് ബാബിലോണിൽ പോവുകയാണെങ്കിലും അവരവിടെ പോയിട്ടും ജൂദായിസം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജനതയായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് പേർഷ്യൻ എറ 539 BC മുതൽ 330 BC വരെ. പേർഷ്യൻ ഇറയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിയർ ബാബിലോണിലേക്ക് അവര് നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്ന്. അപ്പൊ സൈറസ് ദ ഗ്രേറ്റ് എന്ന മൊണാർക്കായിരുന്നു. അദ്ദേഹം അവരോട് തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ വന്നോളാൻ പറയുന്നു. അത് മാത്രല്ല, അദ്ദേഹം ഈ വലിയ വലിയ കൺസ്ട്രക്ഷൻസിലൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹം ഈ ടെമ്പിൾ റീബിൽഡ് ചെയ്യുന്നു. അതിന് പിന്നെ സെക്കൻഡ് ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടെമ്പിൾ ബാബിലോണിയൻസ് നശിപ്പിച്ചല്ലോ, അതിന്റെ മേലെ സൈറസ് സെക്കൻഡ് ടെമ്പിൾ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പേർഷ്യൻ എറയിൽ ഉണ്ടായിരുന്ന 2 മെയിൻ സംഭവങ്ങൾ. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഇവിടെ വീണ്ടും പലതരം ചോരക്കളികൾ. ഹെലനിസ്റ്റിക് പീരീഡ് ആണ്, 332 BC മുതൽ 63 BC വരെ. അപ്പൊ നമ്മളെല്ലാരും കേട്ടിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ഇവിടെയും വരുന്നു. എന്നിട്ട് ഈ പ്രദേശം അദ്ദേഹത്തിന് കീഴിലാവുക മാത്രല്ല, ഈ സമയത്താണ് ഇസ്രായേൽ ഒരു കൾച്ചറൽ ക്രോസ് റോഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഹെലനിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ തന്നെ സ്ട്രോങ് ബിലീഫ്സ് ഉണ്ടായിരുന്നു. ഗ്രീക്ക് ലാംഗ്വേജ്, അവരുടെ ഫിലോസഫി, ആർട്ട്, കൾച്ചർ, അതൊക്കെ ഇവര് ഈ പീരീഡിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, പേർഷ്യൻ എംപയർ ഇൻക്ലൂഡിങ് ജുദായയിലേക്ക്. പക്ഷെ ജൂയിഷ് ആൾക്കാർക്ക് അവരുടെ കൾച്ചറും അവരുടെ റിലീജിയനും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഇതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ചില ജൂതന്മാർ ഗ്രീക്ക് സമ്പ്രദായങ്ങളെ സ്വാംശീകരിക്കുന്നു, പക്ഷെ ചിലർ അത് റെസിസ്റ്റ് ചെയ്യുന്നു. ആ റെസിസ്റ്റ് ചെയ്യുന്നവരും ഗ്രീക്സും തമ്മിൽ പലതരം റിവോൾട്ടുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഈ പീരീഡ് ഒരു മൊത്തത്തിൽ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ജൂയിഷ് കമ്മ്യൂണിറ്റി അവരുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സെലൂസിഡ് കിങ് ആയിട്ടുള്ള ആന്റിയോക്കസ് ദ ഫോർത്ത്. അദ്ദേഹം ഒട്ടും പീസ്ഫുൾ ആയിരുന്നില്ല.
അദ്ദേഹം എന്ത് ചെയ്തു, ജൂസിനെ വളരെയധികം പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ആ സേക്രഡ് ആയിട്ടുള്ള സെക്കൻഡ് ടെമ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ സൈറസ് പണിത ആ ടെമ്പിൾ നശിപ്പിച്ചു. അപ്പൊ പിന്നെ ജൂതര് വളരെയധികം കോർണർഡായി. അപ്പൊ ആ സമയത്ത് ജൂതരുടെ ഒരു ഹാസ്മോണിയൻ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയുടെ നേതൃത്വത്തിൽ ഒരു റിവോൾട്ട് നടക്കുന്നു ഈ സെലൂസിഡ്സിനെതിരെ. പക്ഷേ ജൂതർ ആ സമയത്ത് അണ്ടർഡോഗ്സ് ആയിരുന്നു, റിബൽസ് ആയിരുന്നു. പക്ഷെ എങ്ങനെയോ സെലൂസിഡ്സിനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നു. അതാണ് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മക്കാബിയൻ റിവോൾട്ട് അല്ലെങ്കിൽ ഹാസ്മോണിയൻ റിവോൾട്ട് എന്ന് കേട്ടിട്ടുള്ള ആ സംഭവമാണ് ഇത്. അതിന്റെ സെലിബ്രേഷൻ ആണ്, ആ വിജയത്തിന്റെ സെലിബ്രേഷൻ ആണ് ഇപ്പോഴും ജൂതർ കൊണ്ടാടുന്ന ഹാനുക്ക എന്ന സെലിബ്രേഷൻ. അതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു 167 BC നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഡേവിഡ് സോളമൻ അതിനുശേഷം ഇസ്രായേൽ പിന്നെ യുണൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ 167 BC മാത്രമാണ്. മെക്കാബിയൻ ഹാസ്മോണിയൻ റിവോൾട്ടിന് ശേഷം കുറച്ചു കാലം അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ജൂയിഷ് കിങ്ഡം ലഭിക്കുകയാണ്. ഓക്കെ, ഇനി വരുന്നത് ഇവർക്ക് തീരെ സ്വസ്ഥതയില്ല. പക്ഷെ ഓക്കെ, ഇവര് വീണ്ടും യുണൈറ്റ് ആയി കിങ്ഡമൊക്കെ ആയി. എന്നാ പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് ഇരിക്കുമ്പം ആരാ വരുന്നത്? ചില്ലറക്കാരൊന്നല്ല, ഇവര് റോമൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ പോംബെ രാജാവ് വരുന്നു, ആ ജൂതയെ മൊത്തം എടുത്തോണ്ട് പോകുന്നു. പിന്നെ ഹെറോദ് എന്ന് പറഞ്ഞ ആളെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ സമയത്ത് ആക്ച്വലി റോമൻ എംപയറിന്റെ ഒരു ക്ലയന്റ് സ്റ്റേറ്റ് എന്നാണ് അവർ വിളിക്കുന്നത് ജുദായനെ. എന്നിട്ട് ഹെറോദിനെ അവര് ജുദായന്റെ ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഹെറോദും ഇങ്ങനെ ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സെക്കൻഡ് ടെമ്പിൾ ഉണ്ടല്ലോ അത് വീണ്ടും എക്സ്പാൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് നല്ല അടിപൊളി സുഖമായിട്ടൊന്നല്ല, വീണ്ടും ജൂയിഷ് റിവോൾട്ട്സ് നടക്കുന്നുണ്ട്. റോമൻസും ജൂയിഷും തമ്മിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അതൊരു 66 CE മുതൽ ഒരു 73 CE വരെ വീണ്ടും പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ 70 CE ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ സെക്കൻഡ് ടെമ്പിൾ വീണ്ടും ഡിസ്ട്രോയ് ആവാണ്. ജൂതരെ പോലെ തന്നെ സമാധാനം ഇല്ലാത്തതാണ് ഇവരുടെ ടെമ്പിളും. ടെമ്പിൾ നശിപ്പിക്കുമ്പോഴാണ് ജൂതർ ആകെ കൊളാവുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഓർമ്മിക്കുക. ഈ 70 CE നശിപ്പിക്കപ്പെട്ട ആ ടെമ്പിളിന്റെ ഒരു വെസ്റ്റേൺ വാൾ ആണ് ഇപ്പോഴും റിമെയിൻ ചെയ്യണ. നമ്മൾ ഈ കാണുന്ന, എനിക്ക് തോന്നുന്നു ആരിഫ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ആ വെസ്റ്റേൺ വാള് അതിപ്പോഴും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ് ബാർ ഖോഖ്പ എന്ന് പറഞ്ഞ കോൺഫ്ലിക്റ്റ്. അത് ഒരു 132 CE മുതൽ 135 CE വരെ നീണ്ടു നിന്ന ഒരു വലിയ റിവോൾട്ട് ആയിരുന്നു. പക്ഷെ റോമൻസ് അവരെ അടിച്ച് പരത്തി, അവര് മൊത്തം തോറ്റു തുന്നം പാടി ജൂതര്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഹേഡ്രിയൻ എന്ന് പറഞ്ഞ റോമൻ ചക്രവർത്തി ആയിരുന്നു ആ സമയത്ത്. അദ്ദേഹം എന്ത് ചെയ്തു, ജൂതർക്കെതിരെ പ്രയോഗിച്ച ഒരു വലിയ സംഭവമാണ് ഈ മൊത്തം പ്രോവിൻസ് ഉണ്ടല്ലോ, ഇസ്രായേൽ എന്നൊക്കെ അറിയപ്പെട്ടു അല്ലെങ്കിൽ ജൂദായ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന പ്രോവിൻസ്, അതിന്റെ പേര് തന്നെ അദ്ദേഹം മാറ്റാണ്, സിറിയ പാലസ്തീന എന്നാക്കി മാറ്റാണ്. ഇവിടെയാണ് പാലസ്തീന എന്നുള്ള വാക്ക് നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ഈ ബാർ ഖോഖ്പ റിവോൾട്ട് കഴിഞ്ഞ് റോം ഇവരെ തോൽപ്പിച്ച് കഴിഞ്ഞ് ഹേഡ്രിയൻ അതിനെ റീനെയിം ചെയ്യുമ്പോഴാണ് ഈ പാലസ്തീന എന്നുള്ള പേര്, സിറിയ പാലസ്തീന. മൊത്തം അതിപ്പത്തെ ആ ഏരിയ അല്ല, കുറച്ചുകൂടി വലിയ ഏരിയ ആയിരുന്നു. എനിവേ, എന്തിനാണ് ഈ പേര് അവർ മാറ്റിയത്? അപ്പോഴാണ് നമ്മൾ തിരിച്ച് മറ്റേ സമയത്തേക്ക് പോകേണ്ടത്. ഫിലിസ്റ്റീൻസ് എന്ന് പറഞ്ഞ ട്രൈബ്സ് ഉണ്ടായിരുന്നല്ലോ, ഈ ജൂതര് ഫസ്റ്റ് കനാനിൽ പോയപ്പം അവരെ ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞോണ്ടിരുന്ന ഒരു ട്രൈബ്സ് ആയിരുന്നു ഫിലിസ്റ്റീൻസ്. ഡേവിഡ് ഗോലിയാത്തിനെ അതെ. അപ്പം ആ ഫിലിസ്റ്റീൻസ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആർച്ച് എനിമീസ്. അപ്പൊ അവരുടെ പേരാണ് ഇടുന്നത് സിറിയ പാലസ്തീന. അതായത് ജൂയിഷ് ഐഡന്റിറ്റി ആ പ്രദേശത്തു നിന്ന് തുടച്ചു നീക്കുക, ഇവർക്ക് ഈ സ്ഥലവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുക. അപ്പൊ അതിന്റെ പേര് ഇപ്പം ഇന്ത്യന്റെ പേര് പാകിസ്ഥാൻ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ചെയ്തത്. അല്ല, അതിപ്പോൾ നമ്മൾ ഇപ്പം ഫിലിസ്റ്റീൻസിൻ്റെ പേര് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ യു ഡോണ്ട് ബിലോങ് ഹിയർ എന്ന് പറയുന്നൊരു സംഗതി, അങ്ങനെ ഒരു ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി നേരിട്ടിരുന്ന ആളുകളാണ് ഈ ഫിലിസ്റ്റീൻസ്. കാരണം അവർ നൊമാഡ്സ് ആണെന്നൊക്കെയുള്ള രീതിയിലാണ് വന്നിരുന്നത്. അവർ മറ്റൊരു മുക്കുവ സമൂഹമാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഡിറോഗേറ്ററി ആയിട്ടാണ് ആ പേര് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഫിലിസ്റ്റീൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അതൊരു കാര്യം. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പല ആളുകൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ളത്. ഇത് ഒരു ഫെർട്ടൈൽ ക്രസൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ പെടുന്ന ഭാഗമാണ് ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്, കാനൻ പ്രദേശം അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ജൂദായ സമരിയ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ആ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ആളുകളുടെ ഗ്രാനറീസ്, അതിൽ
സംഗതികൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. അപ്പോൾ അതും കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ അറ്റാക്സ് നടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എന്തിനാണ് ആളുകൾ ഈ ഒരു മരുഭൂമിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ് ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ അമ്പലം പൊളിക്കുന്നു, പിടിച്ചടക്കുന്നു, അമ്പലം പൊളിക്കുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അവരുടെ ഈ ക്ഷേത്രങ്ങൾ, ഇതുപോലുള്ള സംഗതികൾ. അത് പൊളിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അവരുടെ ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അത് അവരുടെ എക്സിസ്റ്റൻസിനെ ഏറ്റവും എന്താ പറയുക, അതിനെ അറ്റാക്ക് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പള്ളി വരെ തകർത്തു എന്നിട്ടാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. അമ്പലം വരെ പൊളിഞ്ഞില്ല, ഇനി നീ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ പേര് മാറ്റിയിടുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ മലപ്പുറം കേരളത്തിലെ പാകിസ്ഥാനാണ്, ഇന്ത്യയിലെ പാകിസ്ഥാനാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഡിറോഗേറ്ററി സാധനമായിട്ടല്ലേ നമുക്ക് തോന്നുക. അതിനെ മലപ്പുറത്തെ പാകിസ്ഥാനാക്കി എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു പ്രശ്നമായിട്ട്, അതേ ഒരു പോയിൻ്റാണ് സത്യത്തിൽ ഈ പേര് മാറ്റത്തിലൂടെ അന്ന് അവിടെ സംഭവിക്കുന്നത്. അത് അവർക്കിഷ്ടമില്ലാത്ത, അവരെ ശത്രു പക്ഷത്ത് നിർത്തിയിരുന്ന, അവരുമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലം, അതിൻ്റെ പേര് ഇതിനിടുന്നു എന്നുള്ളതാണ് അവിടെ കടന്നു വരുന്നത്. ഇനിയാണ് വീണ്ടും യുദ്ധങ്ങൾ, വീണ്ടും കൂടുതൽ ചോരക്കളികൾ. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി കടന്നു വരുന്നുണ്ട്, ഇസ്ലാം കടന്നു വരുന്നുണ്ട്, നമ്മുടെ സ്ഥിര വേട്ടമൃഗം. അപ്പൊ നമുക്ക് നോക്കല്ലേ. ഇത് 324 CE മുതൽ 1517. ഫൈനലി നമ്മൾ സിയിൽ എത്തുകയാണ്. അല്ല, സിയിലെത്തിയിട്ട് കുറച്ച് നേരമല്ല, സോറി. ഓക്കെ. അപ്പം എന്തുണ്ടാവുന്നു, കോൺസ്റ്റാന്റൈൻ എംപറർ ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി ഉൾക്കൊള്ളുകയാണ്. അതിന്റെ ശേഷം പിന്നെ ബൈസന്റൈൻ ക്രിസ്ത്യൻ റൂളാണ് ഇവിടെ നടക്കുന്നത്. 324 CE മുതൽ 636 CE വരെ. അവര് റോമൻ എംപയറിന്റെ ഈസ്റ്റേൺ ഭാഗം മൊത്തം ബൈസന്റൈന് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ ജെറുസലേം ഉണ്ടല്ലോ, ജെറുസലേം ജൂതരുടെ ഒരു പുണ്യസ്ഥലം, അത് പിന്നെ ക്രിസ്ത്യാനികളുടെ ഒരു പിൽഗ്രിമേജ് സെന്റർ ആയിട്ട് ഈ സമയത്ത് മാറി വരികയാണ്. അപ്പം ജെറുസലേമിന് വേണ്ടിയിട്ടുള്ള ക്ലെയിംസും ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള ക്ലെയിംസും പോലെ തന്നെ ജെറുസലേം എന്നുള്ള ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ക്ലെയിംസും ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏത് ഗ്രൂപ്പാണോ ആ സമയത്ത് പ്രാബല്യത്തിലുള്ളത് ആ ഭാഗത്ത് അവർ ആ ജെറുസലേം എടുത്തുകൊണ്ട് പോവാണ്. അപ്പം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ആ സമയത്ത് സ്ട്രോങ്. അപ്പൊ ക്രിസ്ത്യൻ പിൽഗ്രിം സെന്റർ ആവാണ് ജെറുസലേം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ആര്, നമ്മുടെ ഖലീഫ ഉമർ. പിന്നെ തുടർന്നുള്ള പല ഇസ്ലാമിക് കാലിഫേറ്റ്സ്, ഉമ്മായദ്, അബ്ബാസിദ്, ഫാത്തിമിദ്, അങ്ങനെ പല പല കാലിഫേറ്റ്സ് ആ സമയത്ത് വരികയാണ്. എന്നിട്ട് അതെ. അലക്സ മോസ്ക് ഏർലി 8th സെഞ്ചുറിയിൽ ഉമ്മായദ് ഖാലിഫേറ്റിന്റെ അണ്ടറിലാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു ക്ലെയിം, ഇസ്ലാമിനും ഈ പ്രദേശത്തോട് ഒരു ഹോളി ലാൻഡ് എന്നുള്ള. അപ്പൊ 3 സെമിറ്റിക് മതങ്ങളാണ് ജെറുസലേം അവരുടെ ഹോളി ലാൻഡ് ആയിട്ട് വേണം എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് മെക്കയും മെദീനയും കഴിഞ്ഞാല് മുസ്ലിംസിന് ഏറ്റവും ഹോളി ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും അവര് ജെറുസലേം തന്നെ പറയുള്ളൂ, അല്ലെ? അലക്സ മോസ്ക്. ഓക്കെ. പിന്നെ നടക്കുന്നതാണ് കുരിശുയുദ്ധങ്ങൾ, ക്രൂസൈഡ്സ്. അത് ഫസ്റ്റ് ക്രൂസൈഡ് മുതൽ യൂറോപ്യൻ ക്രിസ്ത്യൻ നൈറ്റ്സ് വരുന്നു, അവര് ജെറുസലേം ക്യാപ്ചർ ചെയ്യുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും ജൂയിഷും ആയിട്ടുള്ള ആളുകള് രണ്ടുപേരെ ഈക്വലി അവർ ബുദ്ധിമുട്ടിക്കുന്നു. ചോരക്കളികളാണ്, മീൻസ് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ തട്ടിക്കളയുക എന്നുള്ള ആ ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അപ്പം ഈ 2 റിലീജിയൻ ഈക്വലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. കുരിശുദ്ധങ്ങളുടെ കാലമാണ് പിന്നെ നടക്കുന്നത്. പിന്നെ അവസാനം ലാസ്റ്റ് ക്രൂസൈഡറും അവരുടെ സ്ട്രോങ് ഹോൾഡ് നഷ്ടപ്പെടുന്ന ഏകദേശം 1291 ആ സമയത്താണ്. പിന്നെ വരുന്നതാണ് ഈജിപ്തിൽ ഒരു സുൽത്താനായിട്ട് ഉണ്ടായിരുന്ന മാംലുക്സ്. അവര് ഈ പ്രദേശം കൈയടക്കുന്നു. ഒരു 1291 മുതൽ 1517 വരെ ഈ മാംലക് സുൽത്താനേറ്റ് ഓഫ് ഈജിപ്തിന്റെ അണ്ടറിലായിരുന്നു ഈ പ്രദേശം. അത് കഴിഞ്ഞിട്ട് 1517 നമ്മുടെ ആര് വരുന്നത്, ഓട്ടോമൻ ടർക്സ്. അതൊരു പിവട്ടൽ പീരിയഡ് ഇൻ ഹിസ്റ്ററിയാണ്. അത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതുവരെ ഉള്ളതൊന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ കുറേ പറഞ്ഞു. നമ്മൾ 2000 BC തുടങ്ങി 1517 എത്തിക്കണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം തന്നെ നമ്മുടെ അബ്രഹാം ബാപ്പ നടക്കാൻ തുടങ്ങുന്നു. കാണുന്നത് തന്നെയാണ് ഈ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നത്. ആ ഗ്രീൻ കളർ, ആ വളഞ്ഞിങ്ങനെ നിൽക്കുന്നത്, അതാണ് ഈ ഫെർട്ടൈൽ ക്രസന്റ്. ഓക്കെ, അതിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പ്രദേശം. ഓക്കെ. അപ്പൊ നമ്മുടെ അബ്രഹാം നടക്കാൻ തുടങ്ങുന്നു കനാനിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട്
പിന്നെ കിങ്ഡം യുണൈറ്റ് ആവുന്നു. സോൾ, ഡേവിഡ് ആൻഡ് സോളമന്റെ അണ്ടറിൽ അപ്പം തന്നെ കിങ്ഡം ഡിവൈഡ് ആവുന്നു. ഇസ്രായേൽ ജൂത ആയിട്ട് ഡിവൈഡ് ആവുന്നു. പിന്നെ അസീറിയൻ കോൺക്വസ്റ്റ് നടക്കുന്നു. ആ ഗ്രീൻ ആയിട്ട് കാണുന്ന ഫുൾ അസീറിയൻസ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ നോക്കാം മാപ്പിൽ കുഞ്ഞി സ്ഥലമാണിത് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്പയർ ഒക്കെ വളരെ വലുതാണ്, അത് നിങ്ങൾക്ക് കാണാം. പിന്നെ ബാബിലോണിയൻസ് വന്നിട്ട് മൊത്തം എടുത്തുകൊണ്ട് പോകുന്നു. അബ്ലു വളരെ വലിയൊരു എംപയർ ആയിരുന്നു അവരുടേതും. പിന്നെ വരുന്നത് ആരാണ്? ഹെലനിസ്റ്റിക് പീരീഡ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. റോമൻ എംപയർ വരുന്നുണ്ട്. റോമൻ എംപയർ ഓൾമോസ്റ്റ് മൊത്തം അവരായിരുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഇസ്ലാമിക് കോൺക്വസ്റ്റ്. അത് പച്ച ഇങ്ങനെ പടർന്നു പിടിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമുലക്സ് വരുന്നു. ആ മഞ്ഞ ഭാഗം അവരെടുക്കുന്നു. അങ്ങനെ ഫൈനലി ഇതാണ് ഓട്ടോമൻ വന്ന് അവിടെ എക്സ്പാൻഡ് ആവുന്നു. പല എക്വിസിഷൻസ് നടക്കുന്നുണ്ട് ഓട്ടോമൻ എംപയറിന്റെ. അതിൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, ഇത്രയും മനസ്സിലാക്കുക. അവസാനം ഓട്ടോമൻസിന്റെ കീഴിലാവുന്നു. ഓൾമോസ്റ്റ് കുറച്ച് മോഡേൺ ഹിസ്റ്ററിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ താങ്ക്സ്. അല്ല, ഇത് പറഞ്ഞു പോകാന്നുള്ളതല്ലേ വഴിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ. ഇനി ഇൻട്രസ്റ്റിംഗ് ആവും. ഇനി കഴിഞ്ഞു, പഴയതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയത് പഴയത് കഴിഞ്ഞു. അതെ, പഴയത്. ഇനി നമ്മളുടെ പുതിയ കാലഘട്ടത്തിലേക്ക് വരികയാണ്. ദ ലാസ്റ്റ് എംപയർ 1517 to 1904. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് ഓട്ടോമൻ എംപയർ, അതിൻ്റെ സംഗതികൾ. ആലിയ എന്ന് പറയുന്ന സംഗതി നിങ്ങൾ കേട്ടോ. ജൂതന്മാർ അവർ നേരിട്ടിരുന്ന പെർസിക്യൂഷനൊക്കെ നേരിട്ട് കുറേ കാലം പുറത്തേക്ക് ഓടി എന്നുള്ളത് ഇത്രയും നേരം നമ്മൾ കേട്ടു. ഇനിയാണ് അവർ തിരിച്ചു വരാൻ തുടങ്ങുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് അവർ തിരിച്ചറിയുകയും അവർ യുണൈറ്റ് ചെയ്യുകയും അവർ തിരിച്ച് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക്, പണ്ടുണ്ടായിരുന്ന അവരുടെ ആ സ്ഥലത്തേക്ക്, അവർ വസിച്ചിരുന്ന അവരുടെ സ്ഥലത്തേക്ക് അവർ തിരിച്ചു വരാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. അവിടെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നു. നമ്പർ കൂടുകയും കുറേ മാത്രമേ ചെയ്തിട്ടുള്ളൂ, 0 ആയിരുന്നില്ല ഒരിക്കലും. അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കും. പിന്നെ നമ്മളുടെ സയനിസ്റ്റ് മൂവ്മെൻറ്റ്, തിയോഡർ ഹെർസലും അതുപോലുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് സയനിസ്റ്റ് കോൺഗ്രസ്, ഇഞ്ചാതി സാധനങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. തുടർന്ന് കാണുക. ഇനിയാണ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. സെറ്റിലർ കൊളോണിയലിസം, ഇതൊക്കെ പിടിച്ചിരുന്നോളൂ എല്ലാവരും കേട്ടോ. അതെ, ഓക്കെ. അപ്പോൾ പിന്നെയാണ് ഓട്ടോമൻസ് വന്നതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോമൻസിന്റെ കാലഘട്ടത്തിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രദേശത്ത് മുസ്ലിംസും ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു, ജൂതരും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ ജൂതർ അപ്പം വന്നല്ല, എപ്പോഴും അവരുണ്ടായിരുന്നു. ഓട്ടോമൻസിന്റെ കീഴിലും അവരുണ്ടായിരുന്നു. പിന്നെ ഓട്ടോമൻസ് ദിമ്മിറ്റ്യൂഡ് ആൻഡ് ജിസിയ ഒക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചു. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ മേലും ജൂതരുടെ മേലും അടിച്ചേൽപ്പിച്ചു. പിന്നെ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം ആ സമയത്ത്? പ്രൈമറിലി അഗ്രികൾച്ചറൽ ആയിരുന്നു. അതിൽ ആക്ച്വലി ജൂതർക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു. അവർക്ക് അഗ്രികൾച്ചറിന്റെ പണ്ട് മുതലേ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു, ഡമാസ്കസ്, കയറോ അങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ട്. അപ്പൊ മൊത്തത്തിൽ ഓട്ടോമന്റെ സമയത്ത് തുടക്കത്തിൽ നല്ല ഫ്ലറിഷ് ചെയ്തിരുന്നു ആ പ്രദേശം. പിന്നെ ഈ ലേറ്റ് 1800s ആകുമ്പോഴത്തേക്കും ജൂതര് ഇങ്ങോട്ടേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും യമനിൽ നിന്നും ഒക്കെ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയും അതിനെ തുടർന്ന് അവര് ഇസ്രായേൽ പ്രദേശത്തേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താഴെ എഴുതിയ ലൈനാണ്. ജൂയിഷ് കണ്ടിന്യൂറ്റി ഇൻ ദ ലാൻഡ് ഈവൺ ഇഫ് ഇറ്റ്സ് അണ്ടർ ഫോറിൻ റൂളേഴ്സ്. നിങ്ങൾ പല എംപയർസും കണ്ടല്ലോ, ഇപ്പം എത്രയോ കോൺക്വസ്റ്റുകളും കണ്ടു. പക്ഷെ അവരൊരിക്കലും അത് മൊത്തം ഇട്ടേച്ച് പോയിട്ടില്ല. അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. മൈനോറിറ്റി ആയിട്ടുണ്ട് പല സമയത്തും. ഇടയ്ക്കിടയ്ക്ക് അവര് വീണ്ടും കിങ്ഡംസ് ഒക്കെ അവർ വീണ്ടും റീബിൽഡ് ചെയ്തിട്ടുണ്ട്, പിന്നെയും പുറത്തു പോയിട്ടുണ്ട്, പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഓട്ടോമന്റെ സമയത്തും അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് വേവ്, ഫസ്റ്റ് ആലിയ ലേറ്റ് 1800s, അത് ഓർമ്മിക്കാം. പിന്നെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം, ഓട്ടോമൻ കാലം ഒരു ഭയങ്കര കിണാശേരിയായിരുന്നു. അവരെ ഫുള്ളും ഭയങ്കര താലോലിച്ച് ഓട്ടോമൻ ഇങ്ങനെ പരിപാലിച്ച് പോന്നു. എന്നിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു? മൊത്തമൊന്നും ഞാൻ വായിക്കുന്നില്ല. അവരെപ്പോഴും ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ തന്നെയായിരുന്നു. ദിമ്മീസ് എന്നായിരുന്നു അവരെ ഇൻഫീരിയർ. ബേസിക്കലി അവർക്ക് പ്രത്യേക ടാക്സ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ ജോലിയൊന്നും എടുക്കാൻ പാടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഒരു ബാഡ്ജ് കുത്തി അവര് ജൂതരാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കണം. എത്ര റിഡിക്യൂൾഡ് ആയിരുന്നു അവർ ആ സമയത്ത്, അല്ലെ? ഒരു കുതിരന്റെ മുകളിൽ സഞ്ചരിക്കാൻ പോലും അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അവർക്ക് മുസ്ലിം പേരുകൾ ഇടാൻ പാടുണ്ടായിരുന്നില്ല. അവരുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ പോലും അവർ ഫോർബിഡൻ ആയിരുന്നു പല സ്ഥലത്തും.
അപ്പം നിങ്ങൾ ഇപ്പൊ ഈ ഒരു നെറേറ്റീവ് കേട്ടിട്ടുണ്ട്, അവരെ ഫെയ്ത്ത് അവര് അങ്ങനെയല്ല, അത് കോവേർട്ടായിട്ട് അവർ പ്രാക്ടീസ്, അവർ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു പീപ്പിൾ ആയിരുന്നു, അവരെങ്ങനെയൊക്കെയോ അത് പ്രാക്ടീസ് ചെയ്ത്, അല്ലാണ്ട് ഓട്ടോമൻ വരികി ഭയങ്കര ഇതാക്കി കൊടുത്ത് അടിപൊളിയാക്കി കൊടുത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്ത് അങ്ങനെയല്ല. അത് ഒരു ഫോൾസ് നെറേറ്റീവ് ആണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കിപ്പോ കോടതിയിൽ പോവാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ അവർക്ക് ടെസ്റ്റിമോണി ഒന്നും അവരുടേത് ഇൻവാലിഡ് ആയിരുന്നു, സ്ത്രീകളത് നമ്മൾ പറയില്ല സെക്കൻഡ് ക്ലാസ്, അവർ സാക്ഷി എടുക്കൂല, അങ്ങനെയൊക്കെ. അതുപോലെ ഒരു റിഡിക്യൂൾഡ് ആയിട്ട് ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് തോന്നും ഇത് അപ്പാർത്തൈഡ് അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്. ഇത് ഹലാൽ അപ്പാർത്തൈഡ് ആണ്. ഹലാൽ അപ്പാർത്തൈഡ്, ഓക്കെ. പക്ഷെ ഇവരെന്താണ്, ഇവര് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കൃഷി അത്തരത്തിലുള്ള ഇൻഡസ്ട്രി സംരംഭങ്ങളിൽ ഇവര് വളരെ സക്സസ്ഫുൾ ആയിരുന്നു, അവര് ധനികരും ആയിരുന്നു. അപ്പൊ ആ ടാക്സ് ഇവർക്കൊരു വരുമാനമായിരുന്നു ഓട്ടോമൻസിന്. അങ്ങനെ അവരെ അവിടെ നിലനിർത്തി പോന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഓക്കെ. പിന്നെ ആണ് വരുന്നത് എന്ത്, ഏർലി സയനിസത്തിന്റെ ചലനങ്ങൾ, ലേറ്റ് 19th സെഞ്ചുറി. അപ്പൊ ലേറ്റ് 19th സെഞ്ചുറി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോമൻ എംപയർ വളരെയധികം വീക്ക് ആവാൻ തുടങ്ങി. എന്നിട്ട് ജൂയിഷ് ഇമിഗ്രേഷൻ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനും തുടങ്ങി. പക്ഷെ അതിനൊരു ഓർഗനൈസ്ഡ് ഫോം വരുന്നത് ഈ സയനിസം എന്നുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റിലൂടെയാണ്. അവരെന്താണ് ആ സമയത്ത് അവിടെ ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ, അഗ്രികൾച്ചർ, മോഡേണൈസേഷൻ, അതിലൂടെ ആ പ്രദേശത്തിനെ തന്നെ അവര് മാറ്റിമറിക്കാനും നോക്കുന്നുണ്ട്. They were really hard working people. അങ്ങനെയാണ് ഈ എന്ത് സംഭവിക്കുന്നത്, ഈ ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഡ്രേഫസ് അഫെയറിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇത്രയും പറയാം. ഹെർസെലിന്റെ മെയിൻ ആയിട്ട് സംഭവിച്ചത്, ഹെർസെൽ ദെയർ യുദൻസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഇത് പബ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരുന്നു. പിന്നെ ഫസ്റ്റ് സയനിസ്റ്റ് കോൺഗ്രസ് നടക്കുന്നു 1897 വേൾഡ്സ് ഫസ്റ്റ് സയനിസ്റ്റ് കോൺഗ്രസ്. ഇദ്ദേഹമാണ് അദ്ദേഹം. ഒരു കാര്യം പറയാം, ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഈ തിയോഡർ ഹെർസൽ ഒരു വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ജൂ ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കാറുണ്ട്. തിയോഡർ ഹെർസൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ജൂ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ജ്യൂസ് കോഎക്സിസ്റ്റ് ചെയ്യണം. നമ്മളിങ്ങനെ ഭയങ്കര ജൂതന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കാനല്ല നോക്കേണ്ടത്, നമ്മൾ ആ സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കണം എന്ന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാർ വേട്ടയാടുന്നതിന് അത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ആദ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഈ തിയോഡർ ഹെർസൽ. പക്ഷേ പിന്നീട് ഇദ്ദേഹം തന്നെ ഇത് കാണാൻ തുടങ്ങി, ഈ ജൂതവേട്ട ഇതുപോലുള്ള സാധനങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം തന്നെ അവസാനം പിന്നെ ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇദ്ദേഹം തന്നെ പിന്നീട് മാറ്റി പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതിനൊരു കേസ് പറയുന്നുണ്ട്, ഒരു ജൂതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഫോൾസ് അക്യൂസേഷൻ, അത് ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തി നടത്തി എന്ന് പറയും. അങ്ങനെ അയാളുടെ ട്രയൽ നടക്കുകയും പിന്നീട് ആ കേസ് തള്ളിപ്പോകും, തെളിവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ജൂതനെ കല്ലെറിയണം, കൊല്ലണം എന്നൊക്കെ നാട്ടുകാരെ ആക്രോശിക്കുന്നതൊക്കെ നേരിട്ട് കാണാനിട വന്നപ്പോഴാണ് നമ്മൾ എത്രയൊക്കെ ഇതിൽ ഇഴുകിച്ചേർന്ന് ജീവിച്ചാലും നമ്മൾ നേരിടുന്നത് ഒരു റിയൽ പ്രോബ്ലമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന ഒരു ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അവർ തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ആലിയ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു സയനിസം ഉണ്ടാവുന്നതിൻ്റെ കാരണം അത് റിലീജിയസ് അല്ല പ്രൈമറിലി. അതിൻ്റെ കാരണം ജൂത പെർസിക്യൂഷൻസ് തന്നെയാണ്, പ്രോഗ്രോംസ്, അതുപോലെയുള്ള സംഗതികൾ. അവർ നേരിട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു ഈ തിരിച്ച് അവരുടെ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു രാജ്യം കണ്ടെത്തി അതിലേക്ക് മാറുക, ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. അതെ. അപ്പം ഇവരുടെ ജൂയിഷ് ഐഡന്റിറ്റി എപ്പോഴും പ്ലേഗ്ഡ് ആയിരുന്നു. ഒരു എക്സൈൽ അല്ലെങ്കിൽ വേറൊരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് എപ്പോഴും ഒരു ഡിപ്പെൻഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഹെർസൽ പറഞ്ഞത്, ഇത് നമുക്ക് നിർത്താം, നമുക്കൊരു സോവറിൻ നേഷൻ ഉണ്ടാക്കാം. അതിന്റെ ഒരു പാത്തായിരുന്നു ഇത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവിടെ ഭയങ്കരമായിട്ട് ആന്റിസെമിറ്റിസം കൂടിക്കൊണ്ടിരുന്നു, യൂറോപ്പിലും റഷ്യയിലും ഒക്കെ. പിന്നെ യൂറോപ്യൻ നാഷണലിസം, അവരുടെ ഒരു സ്വത്വബോധം കൂടി വന്നു ആ സമയത്ത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സയനിസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ലാൻഡിനോടുള്ള സ്പിരിച്വൽ ടൈസ് ഉണ്ടായിരുന്നു. അവർ പണ്ട് മുതൽ അവിടെ ഉണ്ടായിരുന്ന ജനതയായിരുന്നു. അതിന്റെ കൂടെ മോഡേൺ നാഷണലിസം കയറി വരുന്നു. പിന്നെ ആന്റൈസെമിറ്റിസം വളരെയധികം കൂടുന്നു. അതിന്റെയൊക്കെ കൂടെ ഇവർക്ക് തോന്നുന്നു നമുക്കൊരു സെൽഫ് ഡിറ്റർമിനേഷൻ, നമുക്കൊരു സോവറിൻ ലാൻഡ് വേണം, നമ്മൾ എത്ര കാലം ഇങ്ങനെ എക്സൈലിൽ ജീവിക്കും, എല്ലാ സ്ഥലത്തും നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെയൊക്കെ ഉത്തരമാണ് പൊളിറ്റിക്കൽ സയനിസം. ഒരു കാര്യം കൂടി പറയാം, ഈ മോഡേൺ നാഷണലിസം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജൂതന്മാർക്ക് മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, ഈ യൂറോപ്യൻ നാഷണലിസം അവിടെ വളരുന്നു, അതേസമയം ഇപ്പുറത്തെ അറബ് നാഷണലിസം ഇവിടെ മറ്റൊരു സ്ഥലത്ത് വളരുന്നു. അപ്പോഴാണ് ഇവരുടേതും ചിന്തിക്കുന്നത്, അപ്പോഴാണ് ജൂയിഷ് നാഷണലിസം ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുന്ന പോലെ തന്നെ റൺ ചെയ്യുന്ന സംഗതികളാണ്.
ഇത് നമ്മൾ മറന്നു പോകുന്നു. പലപ്പോഴും ഈ നറേറ്റീവ്സിൽ നമ്മൾ ആകെ കൂടി പറയുന്നതാണ് ഈ ജ്യൂസ് മാത്രമാണ് ഈ നാഷണലിസമായിട്ട് മുന്നോട്ട് വന്നത്, വേറെ ആർക്കും ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ലെവലിലേക്ക് ഇരുന്ന് പോവുക. അങ്ങനെയല്ല, ഇത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള നാഷണലിസ്റ്റിക് വ്യൂ പോയിൻറ്റ്സിലേക്ക് കടക്കുക. പക്ഷേ അതിൽ ഏറ്റവും അവസാനം എൻട്രി നടത്തിയ ആളുകളാണ് ഈ ജൂയിഷ് നാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ സയനിസ്റ്റുകൾ എന്ന് പറയാം. ആക്ച്വലി അത് ക്ലിയർ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് മോഡേൺ യൂറോപ്യൻ നാഷണലിസം എന്നായിരുന്നു. സ്ഥലമില്ലാത്തപ്പോ അത് കട്ടായി പോയതാ. അപ്പൊ ശരിയായില്ലേ? ക്ലിയർ ആണ്, ഇപ്പം ശരി. അതെ, ഓക്കെ ഓക്കെ. ഇനിയാണ് നമ്മൾ എത്തുന്നത് 1904 to 1920. ചെറിയൊരു കാലഘട്ടമാണ്, പക്ഷെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നോക്കല്ലേ. അതെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നമ്മളുടെ മോഡേൺ ഈ ഒരു സംഗതി കൂടുതൽ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പീരീഡിലാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു ഏർലി പോയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. മതം വരുന്നുണ്ടോ, രാഷ്ട്രീയമാണോ എന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയാണ്. അതിൽ നമ്മളുടെ സെക്കൻഡ് ആലിയ മുതൽ നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാറുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയാനുള്ള വിഷയങ്ങൾ, അറബ് റിവോൾട്ട്സ്, ഓക്കെ, അറബ് നാഷണലിസവുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ബാൽഫോർ ഡിക്ലറേഷൻ, ജൂയിഷ് നാഷണൽ ഹോം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് വാർ 1 അതിൻ്റെ കൊളാപ്സിൻ്റെ സമയത്ത് ഓട്ടോമൻ എംപയർ കൊളാപ്സ് ചെയ്യുന്നത് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അങ്ങനെയുള്ള സാധനങ്ങൾ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ കണ്ടിന്യൂ വാച്ചിങ്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? സെക്കൻഡ് ആലിയ, റൈറ്റ്? അപ്പം 1904 മുതൽ 14 വരെ വീണ്ടും അവിടേക്ക് ജൂയിഷ് ആയിട്ടുള്ള ആളുകളുടെ ഈ ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള ഇമിഗ്രേഷൻസ് തുടരുന്നു. എന്താണ് അതിന് കാരണം? വേവ്സ് ഓഫ് പോഗ്രോംസ് ആൻഡ് പെർസിക്യൂഷൻ, ആന്റിസെമിറ്റിസം വളരെയധികം കൂടുന്നു ഈ കാലഘട്ടത്തിൽ. മോസ്റ്റ്ലി ഇൻ റഷ്യ, യമൻ പ്രദേശങ്ങൾ, യെസ്, ഈസ്റ്റേൺ യൂറോപ്പ്. ഒരു 35,000 to 40,000 ആളുകൾ വരെ പോയി എന്നാണ്, മീൻസ് അങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായിരുന്നു ഇതിന്റെ ഇമ്പാക്ട്? ആ സമയത്താണ് ഈ കിബുട്സ് സിസ്റ്റം, കളക്റ്റീവ് ഫാംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇസ്രായേലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവരവിടേക്ക് പോകുമ്പം അവിടെയുള്ള എന്താണ് മോസ്റ്റ്ലി അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് അത് അവർ കൂടുതൽ മെച്ചപ്പെടുത്താനും അവരൊരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തന്നെ ഒരു അഡ്വാൻറ്റേജും അവർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സ്വത്വബോധം അവരെ വളരെയധികം സഹായിച്ചും ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പൊ അതാണ് സെക്കൻഡ് ആലിയ. ഒരു കാര്യം പറയാം, ഈ ജൂതന്മാർ എപ്പോഴും സക്സസ്ഫുൾ ആവുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? ഒന്നുകിൽ പിണറായി വിജയനെ കുറ്റം പറയും, അതല്ലെങ്കിൽ മോദീനെ കുറ്റം പറയും. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മുടെ മുന്നിലെ റോഡ് നേരെയാവുന്നില്ല, നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ രീതിയിൽ അതല്ല. ഇവരുടെ രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് നേരെയാക്കാൻ എന്ന് ചിന്തിച്ചിട്ട് അത് ആ ലോക്കൽ ബോഡി സ്ട്രെങ്തൻ ചെയ്തു പോകുന്നൊരു രീതിയാണ് ഈ പറയുന്ന സംഗതി. ഈ ജൂതന്മാരുടെ ഈ കിബുട്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ അതിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്നതോടുകൂടി അങ്ങനെയുള്ള അനേകം കിബുട്സുകൾ ഉണ്ടാകുമ്പോൾ ഓരോ കിബുട്സുകളിലും അത് മെച്ചപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് മൊത്തത്തിൽ ആ സമൂഹത്തിന് മെച്ചപ്പെടലായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ കാണുന്നതാണ്, വളരെ മൾട്ടി മില്യൺ വരവുള്ള കിബുട്സുകളുണ്ട് ഈ പറയുന്ന ഇസ്രായേൽ. വലിയ വലിയ ഫാക്ടറികളുള്ള കിബുട്സുകളുണ്ട്. അപ്പോൾ പണ്ട് കൃഷിയൊക്കെ ആയിരുന്നു അവരുടെ വരുമാനം എന്നുണ്ടെങ്കിൽ ഇന്ന് ഫാക്ടറികൾ, അതുപോലെ വലിയ ഫാമുകളൊക്കെയാണ് ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മെക്കനൈസ്ഡ് ആയിട്ടുള്ള സംഗതികൾ ഇതൊക്കെയാണ് ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിബുട്സുകൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് അത് നമ്മൾ ഇന്ന് അമ്പരിപ്പിക്കുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. എല്ലാവരും അതിൻ്റെ ഭാഗമാണെന്നല്ല പറയുന്നത്, കുറേ ആളുകൾ അതിലിപ്പോഴും ഉണ്ട്. അതെ. പിന്നെ ഇതിന്റെ കൂടെ വിട്ടുപോകാൻ പാടില്ലാത്ത വേറെ ഒന്നാണ് ഈ ഡയസ്പോറ, അല്ലെ? ഈ ജൂതര് പലപ്പോഴും വേറെ വേറെ സ്ഥലത്തേക്ക് പോയി മാറി താമസിക്കും. അവരെ വിളിച്ചിരുന്നതാണ് ഡയസ്പോറ. ഇപ്പൊ ഡയസ്പോറ നമ്മളെല്ലാരും വിളിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും ജൂയിഷ് എക്സൈൽ ആയിട്ട് പോയവരാണ് ഫസ്റ്റ് ഡയസ്പോറ. ഈ ഡയസ്പോറ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അവർ എവിടെ പോയാലും അവർ സക്സസ്ഫുൾ ആയിരുന്നു, ഒരു ധനികരും ആയിരുന്നു. അപ്പം ഈ ഡയസ്പോറന്റെ മോണിറ്ററി സപ്പോർട്ടും ഉണ്ടായിരുന്നു തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര എന്താണ് സപ്പോർട്ടീവ് ആയിരുന്നു ആസ് എ കമ്മ്യൂണിറ്റി. അതുകൊണ്ടായിരുന്നു അവർ വരുന്ന സമയത്ത് സ്ഥലം വാങ്ങിയിട്ട് ഉണ്ട്, ആ വാങ്ങാനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. ഗുഡ് സെഗ്വേ, അവിടെയാണ് നമ്മൾ എത്തുന്നത്. ഇതെപ്പോഴും എടുത്തോണ്ട് വരുന്ന സാധനം സയനിസം ഈസ് സെറ്റ്ലർ കൊളോണിയലിസം. ഇതിന്റെ അനാട്ടമി ഒന്നും നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരിഫ് നേരത്തെ പറഞ്ഞ തന്നെ, അവര് കോൺകർ ചെയ്തിട്ടില്ല, അവർ സ്ഥലം വാങ്ങാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊരു മെട്രോപോൾ, അതായത് ഒരു മദർ എംപയർ എന്നിട്ട് അവർ സ്പ്രെഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ബേസിക്കലി അവർ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകും. ഒറ്റ കാര്യം പറയാം, ഈ മെട്രോപോൾ എന്ന് പറയുന്നതാണ്, നിങ്ങൾ സെറ്റിലർ കൊളോണിയലാണ് എന്ന് ഇസ്രായേലിനെ നിങ്ങൾ ആരോപിക്കുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം ഇതാണ്, അതിൻ്റെ മെട്രോപോൾ എവിടെയായിരുന്നു? ഇത് നിങ്ങൾ പറയണം. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
ഈ കൊളോണിയലാണ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കില്ല. ബാക്കിയൊക്കെ പോട്ടെ, ലാൻഡ് കോൺക്വസ്റ്റ് നടത്തിയോ ഇല്ലേ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു കാശ് കൊടുത്ത് വാങ്ങിച്ചോ ഇല്ലേ, ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്താ നിങ്ങൾ എന്താണ് കൊള്ള മുതൽ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അത് കൊള്ളയല്ലാതെ ആവൂ എന്നൊക്കെ ഉള്ള ഓഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാണാറുണ്ട്. അതൊന്നും ഇവിടെ എടുക്കണ്ട. അങ്ങനത്തെ ഒരു ന്യായീകരണം നമ്മൾ പറയുന്നത് ഒറ്റ ചോദ്യമുള്ളൂ, മെട്രോപോൾ. അതായത് കൊളോണിയലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡെഫിനിഷനിൽ വരുന്ന കണ്ടീഷനാണ് ക്യാരക്ടറിസ്റ്റിക്. ഫസ്റ്റ് വൺ ആണ് മെട്രോപോൾ. എവിടെ ഇല്ല, അവിടെ തന്നെ അത് പൊളിയും. പക്ഷേ നമ്മളിവിടെ ഇതല്ല എന്ന് പറയുന്നത് ഇതിൻ്റെയും ബേസിസിലല്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. യെസ്. അപ്പൊ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഇത് സയനിസം ഇസ് നോട്ട് സെറ്റിലർ കൊളോണിയലിസം എന്ന് ആരാണ് നമുക്ക് തെളിയിച്ചത്? അതാണ് എമിർ ഫൈസൽ ഇബിൻ ഹുസൈൻ അല്ലെ. ഇദ്ദേഹമാണ് ഇദ്ദേഹം നമ്മുടെ മെക്ക ഷെരീഫിന്റെ മകനായിരുന്നു. അദ്ദേഹവും ഫെലിക്സ് ഫ്രാങ്ക്ഫർട്ടർ എന്ന് പറഞ്ഞ അമേരിക്കൻ സയനിസ്റ്റുമായിട്ടുള്ള നിരന്തരം കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ ഒരു അടിപൊളി പടം ഉണ്ട്, ഹോളിവുഡ് പടം. അതിൽ ആ ലോറൻസ് ആണ് ശരിക്കും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കത്തുകൾ ഫ്രാങ്ക്ഫർട്ടറിനെ എഴുതിപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ കത്തുകൾ വായിച്ചു നോക്കുക. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരിഫ് വായിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഞാനിവിടെ വായിക്കാം. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുകയാണ്: വി അറബ്സ്, എസ്പെഷ്യലി ദ എഡ്യൂക്കേറ്റഡ് അമംഗ് us, ലുക്ക് വിത്ത് ദ ഡീപ്പസ്റ്റ് സിമ്പതി ഓൺ ദ സയനിസ്റ്റ് മൂവ്മെൻറ്റ്. Our deputation here in Paris is fully acquainted with the proposals submitted, and we regard them as moderate and proper. We will wish the Jews a most hearty welcome home. We will do our best in so far as we are concerned to help them through. We will make sure that the mutual relations between us will be cordial and cooperative. We feel that the Arabs and Jews are cousins in having suffered similar oppressions at the hands of powers stronger than themselves, and by a happy coincidence have been able to take the first step toward the attainment of their national ideals together. ഇനി അടുത്ത ഇതിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ്: With the chiefs of our movement, especially with Dr. Weizmann, we have had and continue to have the closest relations. ഇത് സയനിസ്റ്റുകളുമായിട്ട് അറബികൾക്കുള്ള റിലേഷൻ ഉണ്ടെന്നാണ് ഈ പറയുന്നത്. He has been a great helper of our cause, and I hope the Arabs may soon be in a position to make the Jews some return for their kindness. We are working together for a reformed and revived Near East, and our two movements complete one another. The Jewish movement is national and not imperialist. Okay, our movement is national and not imperialist, and there is room in Syria for us both. Indeed, I think that neither can be a real success without the other. അപ്പോൾ ഈ വാചകമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ ജൂയിഷ് മൂവ്മെൻറ്റ് ഈസ് നാഷണൽ ആൻഡ് നോട്ട് ഇമ്പീരിയലിസ്റ്റ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കത്തെഴുതി അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് സയനിസ്റ്റിനോട് തന്നെ പറയുന്നത് ആരാണ്? ഈ അറബ് ലീഡറാണ്. അതായത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് അറേബ്യ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അറേബ്യൻ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു ചങ്ങാതിയാണ് ഈ പറയുന്ന എമിർ ഫൈസൽ ഇബിൻ ഹുസൈൻ. ഇദ്ദേഹം നടത്തിയ കത്തിടപാടുകളിലാണ് ആദ്യമായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഇത് പിന്നെ കൊളോണിയലാണെന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വഴിയെ നമുക്ക് കാണാം. യെസ്. അപ്പൊ ഇദ്ദേഹത്തെ ഒന്നുകൂടി കണ്ടോളൂ. ബുദ്ധിയുള്ള ഒരു അറബിയായിരുന്നു ഇദ്ദേഹം. ഏർലി അറബ്സ് ഒരിക്കലും സയനിസം, സെറ്റിലർ കൊളോണിയലിസം അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് സ്പോയിലർ അലർട്ട് മതം കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ഓരോ പ്രത്യാഘാതങ്ങളാണ്. അതേപോലെ ഈ ഒരു പ്രൊജക്റ്റ് സയനിസം എന്ന് പറയുന്നത് അത് ഒരു നാഷണലിസ്റ്റിക് മൂവ്മെൻ്റ് ആണ് എന്നും അതോടൊപ്പം ജൂതന്മാർ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു എന്നും രണ്ടും കൂടി നമുക്ക് തെളിയിച്ചു തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചരിത്ര നിരീക്ഷകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. നാസീർ ഹുസൈൻ കിഴക്കിടത്താണ്. ഇദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ ആ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ വായിക്കാം. 16-ാം നൂറ്റാണ്ടിൽ ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആശയമായിട്ടാണ് സയോണിസം എന്ന ആശയം ആരംഭിക്കുന്നത്. ജൂതന്മാരെ മേൽപ്പറഞ്ഞ സയോണിലേക്ക് അയച്ച് പഴയ നിയമത്തിലെ ഒരു വാഗ്ദാനം നിറവേറ്റുക എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളുടെ ആഗ്രഹമാണ് സയനിസത്തിൻ്റെ ആദ്യകാല അടിസ്ഥാനം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മളിവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ്. എന്താണ്? ഒന്ന്, ജൂതന്മാർ അവിടെ പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് അവരുടെ ഒരു വാസസ്ഥലമായിരുന്നു, അവരുടെ സ്ഥലമായിരുന്നു
എന്ന് നമ്മൾ പറയുന്നത്, ആ ഹിസ്റ്ററിക്കൽ കണക്ഷൻ, ഹിസ്റ്ററിക്കൽ ബിലോങ്ങിങ് അത് ആർക്കാണ്? അത് ജൂതന്മാർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ എല്ലാവരും അതിനെ എതിർക്കും. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സംഗതി ഇദ്ദേഹം എഴുതിയത് വേറെ ഉദ്ദേശത്തിലാണെങ്കിലും ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇത് നമുക്കാണ് ഗുണമായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇനി ഇതിൻ്റെ തെളിവ് തപ്പി നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം ഇത് ഓൾറെഡി ഇതൊക്കെ പഠിച്ച് പറയുന്ന ആളാണെന്നാണ് നസീർ പറയുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നസീറിനോട് നേരിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഉള്ള കാര്യം തന്നെയാണ്. ഈ ഇവാഞ്ചലിക്കൽ സയനിസം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ചിന്തയാണ്. കാരണം അത് ഈവൻ ഇസ്ലാമിൽ പോലും പറയുന്നുണ്ട് ഈ പറയുന്ന സയനിസം. അതാണ് ഇതിലെ മറ്റൊരു തമാശ. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് എന്താണ്? യേശുക്രിസ്തു രണ്ടാമത് വരണമെന്നുണ്ടെങ്കിൽ ജൂതർ തിരിച്ചവരുടെ നാട്ടിലേക്ക് എത്തണം. ഏതാണ് ആ നാട്? അതാണ് ഈ പറഞ്ഞ നാട്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നാട്. അപ്പോൾ അവരങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമാണ് എന്നും കൂടിയാണ് ആ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇത് ഖുറാനിലുണ്ട്. ഖുറാനിൽ എന്താണ് പറയുന്നത്? ഇത് സൂറ ഇസ്ര 17:104. And we said after Pharaoh to the children of Israel, dwell securely in the land, and then the promise of the hereafter comes. We shall bring you forth as a mixed crowd എന്ന് പറയുന്നത്. അതായത് Jews will be gathered back to their land in the end times എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ലോകാവസാനം സംഭവിക്കുന്നതിന് മുന്നേ ജൂതന്മാർ തിരിച്ചവരുടെ നാട്ടിലേക്ക് വരും എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ പടച്ചവനാണ്. അപ്പോൾ സയനിസം ഖുറാനിലുണ്ട്, സയനിസം ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, സയനിസം ഈ മോഡേൺ ടൈംസിലുണ്ട്. ഇനി നിങ്ങൾ പറയുക, ഇതിൽ ജൂതന്മാർ അവിടെ ബിലോങ് ചെയ്തിരുന്നോ ഇല്ലേ? അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഈ പറഞ്ഞത് മുഴുവൻ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള സയൻസാണ്. നമ്മളിതല്ലല്ലോ എടുക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് എന്താണ്? അവിടെ അവർ ഫേസ് ചെയ്ത പ്രശ്നം, പോഗ്രോംസ്, അറ്റാക്സ്, അതല്ലെങ്കിൽ പെർസിക്യൂഷൻസ്, ഇത് പിന്നെ നമ്മൾ ഹോളോകോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. ഇതാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. അങ്ങനെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഈ സയനിസത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ സ്ക്രിപ്ചറൽ ഡിവൈൻ സയനിസത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്താ പറഞ്ഞത്? അതായത് തീവ്ര ജൂതന്മാർ, അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസൊക്കെ അന്ന് ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇത് പറ്റില്ല, ഇത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ നടക്കേണ്ട കാര്യം, ഇത് നമ്മൾ ചെയ്യേണ്ട സാധനമല്ല എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെക്യുലർ ജ്യൂസും ഇതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ജ്യൂസും തമ്മിലുള്ള ഒരു വേർതിരിവ് തന്നെ അവിടെ വരുന്നുണ്ട്. കാരണം അവരിതിനെതിരായിരുന്നു. ഈ തിയോഡർ ഹെർസൽ പറഞ്ഞു വെക്കുന്ന സാധനത്തിന് എതിരെ നിന്ന ആളുകളാണ് അന്നത്തെ വിശ്വാസികളായിട്ടുള്ള ജൂതന്മാർ. കാരണം ഇത് ദൈവത്തിൻ്റെ കളിയിൽ കൈ കടത്തലാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് ഇങ്ങനെ ജൂതന്മാരവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് ആരാണ്? അത് ഇതേ ആളുകൾ തന്നെയാണ്. കിതാബുകളും കൂടിയാണ് തെളിയിക്കുന്നത്. രണ്ട്, ഇത് ദൈവത്തിൻ്റെ കളിയാണ്, ഇത് നമ്മൾ ചെയ്യേണ്ടതല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മളിന്ന് സംസാരിക്കുന്ന സയനിസത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്, അത് സർവൈവലാണ് എന്നും അത് തിയോളജിക്കലല്ല എന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നതും ഇതേ സാധനത്തിൻ്റെ പേരിലാണ്. ഓക്കെ, അപ്പം നമ്മൾ എത്തുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. വേൾഡ് വാർ 1. വേൾഡ് വാർ 1 എങ്ങനെയാണ് ഇസ്രായേലിന്റെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോഴും ഓട്ടോമൻസ് തന്നെയായിരുന്നല്ലോ അവിടെ വേൾഡ് വാർ 1 നടക്കുമ്പോൾ. ഓട്ടോമൻസ് വേൾഡ് വാർ 1 സെൻട്രൽ പവേഴ്സിന്റെ കൂടെ പോയിട്ട് ചേരുന്നുണ്ട്. അപ്പം സെൻട്രൽ പവേഴ്സ് പക്ഷെ തോൽക്കാണ് ഉണ്ടായത് വേൾഡ് വാർ 1 അല്ലെ? അപ്പം അതേ സമയത്ത് തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഈ അറബ് റിവോൾട്ട്സ് 17 മുതൽ 18, അതായത് അവിടെ ഉണ്ടായിരുന്ന അറബികളെ ബ്രിട്ടീഷുകാര് ഓട്ടോമനെതിരെ യോജിപ്പിച്ച് ഓട്ടോമനെ തകർക്കാൻ വേണ്ടി അറബികളെ യുണൈറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോറൻസ് ഓഫ് ദ അറേബ്യ എന്നുള്ള സിനിമയിൽ ഉണ്ടത്. ഈ ലോറൻസ് ഒക്കെ സഹായിച്ചിട്ടാണ് അവര് യുണൈറ്റ് ആക്കുന്നത്. അത് 17 മുതൽ 18 വരെ നടക്കുന്ന റിവോൾട്ടുകളാണ് ആ സമയത്ത്. ഓക്കെ, പിന്നെയാണ് വരുന്നത് എന്ത്? ആ 17 കാലഘട്ടത്തില് ബാൽഫോർ ഡിക്ലറേഷൻ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. ബാൽഫോർ ഡിക്ലറേഷനിൽ ബ്രിട്ടൻ പറയും എന്ത്? നമുക്കൊരു താല്പര്യമുണ്ട്, ജൂതർക്ക് ഒരു നാഷണൽ ഹോം ഇൻ പാലസ്റ്റൈൻ കൊടുക്കണമെന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടെന്ന് 1917 അവർ എക്സ്പ്രസ് ചെയ്യാണ് ഇൻട്രസ്റ്റ്, കുറച്ച് കറസ്പോണ്ടൻസ് വഴിയൊക്കെ. അതിനുശേഷം എന്തുണ്ടാവുന്നു? സൂൺ ആഫ്റ്റർ ഈ ജനറൽ അലൻബി ജെറുസലേം ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഓട്ടോമന്റെ എംപയർ തീരുന്നു. 400 ഇയേഴ്സ് ഓട്ടോമൻസ് ഭരിച്ച ആ എംപയർ ബ്രിട്ടന്റെ കീഴിൽ വരുന്നു. പിന്നെ അതിനുശേഷം ഓട്ടോമൻ എംപയർ ഡിഫീറ്റ് ആവുന്നതിന് ശേഷം ബ്രിട്ടൻ ആണ് പിന്നെ അവരെ ഭരിക്കുന്നത്. അവർ ആ സമയത്ത് പാലസ്റ്റീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഓക്യുപ്പൈഡ് എനിമി ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ, അവർ പിടിച്ചെടുത്ത എല്ലാം കൂടി അവർ അങ്ങനെ ഒരു മിലിറ്ററി സൂപ്പർവിഷനിൽ ഭരിക്കുകയാണ് ചെയ്യുന്നത് 18 മുതൽ. ഓക്കെ, ആരിഫിന് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടോ അതില്? ഇല്ല, ഇത് ക്ലിയർ ആണ്.
അപ്പം എന്തിനാണ് ബാൽഫോർ അങ്ങനെ പറഞ്ഞത്? നമുക്കൊരു ജൂയിഷ് ആൾക്കാരെ നമുക്ക് സഹായിക്കാം. അതിന് പിന്നിലും പല കഥകളുണ്ട്. ഈ സമയത്താണ് സയനിസ്റ്റ് ലീഡേഴ്സ് ഹൈം വൈസ്മാൻ മുതലായുള്ളവർ അവർ ലോബി ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട്. ജൂയിഷ് ഹോംലാൻഡിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടനും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അവർ മിഡിൽ ഈസ്റ്റിൽ അവർക്കൊരു ജൂയിഷ് കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ട്, അവരുടെ ആ ഒരു ഇമ്പീരിയലിസ്റ്റിക് താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ജൂയിഷ് ആളുകളുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. അവർ കമ്പീറ്റിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മിഡിൽ ഈസ്റ്റ് അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഓട്ടോമൻ എംപയർ അപ്പൊ വീക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു ഇമ്പീരിയലിസ്റ്റിക് സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലാതെ അവർ വെറുതെ ജൂയിഷ് ആൾക്കാരെ അതും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമൊന്നല്ല, അവർക്ക് മറ്റു താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ബ്രിട്ടൻ എന്നാ പിന്നെ നമ്മൾ ജൂസിന് അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തേക്കാം, ഈ സ്ഥലം അങ്ങോട്ട് കൊടുത്തേക്കാം, അങ്ങനല്ലത്. മൊത്തം ലോകം അംഗീകരിക്കുകയാണ് ജൂതർക്ക് ഈ സ്ഥലം കൊടുക്കാം. ദേ ഷുഡ് ക്ലെയിം ദിയർ സ്റ്റേറ്റ് ആൻഡ് വിച്ച് ഇസ് ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ എതിർപ്പുകളൊന്നും ഇല്ലാതെ ലോകം അംഗീകരിക്കുകയാണ്. ഇതാണ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, ജൂതർ ഇവിടെയാണ് വരേണ്ടതെന്ന്. അതിന് മുന്നേ അർജന്റീന, ഉഗാണ്ട, അങ്ങനെയൊക്കെ പല ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി എത്തുന്നത് പലസ്തീനിൽ തന്നെയാണ്. അല്ലെ ആരിഫ്? യെസ്, അതെ. വേൾഡ് വാർ 1 ജൂതന്മാർ ഇങ്ങനെ ഒരു സംഗതിയുടെ പേരിൽ ബ്രിട്ടനെ സഹായിക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒരു കാരണമാണ്, മിലിറ്ററി സപ്പോർട്ട്. യെസ്. പക്ഷെ ബ്രിട്ടൻ അത്ര നീറ്റ് അല്ലാതെ നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അവർ കുറച്ച് നാറിയ കളികൾ വേറെ കളിക്കുന്നുണ്ട്, കുറച്ച് ഓവർലാപ്പിംഗ് പ്രോമിസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാൽഫർ, അത് ഈ റോത്ത് ചൈൽഡ് എന്ന് പറഞ്ഞ സയനിസ്റ്റിന് ബാൽഫർ എഴുതുന്ന ഒരു കത്താണിത്. അതും കുറച്ച് വേഗമൊക്കെ തന്നെയായിരുന്നു. നമുക്കൊരു ജൂയിഷ് നാഷണൽ ഹോം കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ വേറെ കുറച്ച് കറസ്പോണ്ടൻസും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ കുറച്ച് അതാണ് എന്ത് മക്മോഹൻ ഹുസൈൻ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞിട്ട്. അറബികൾക്കും ഇവർ അതിന്റെ സൈഡിൽ കൂടെ തന്നെ എന്ത് പറയുന്നുണ്ട്, ഈ യുദ്ധം കഴിഞ്ഞാൽ ഒരു യുണൈറ്റഡ് അറബ് കിങ്ഡം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഓട്ടോമൻസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അറബികൾക്കും ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ മുദ്ര ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാലസ്തീൻ അതിലുണ്ടായിരുന്നോ ഇല്ലേ എന്ന് അത്ര ക്ലിയർ അല്ല. അത് ഇറ്റ് വാസ് പർപ്പസ്ഫുള്ളി അവരെ വേഗമായിട്ട് തന്നെ വെച്ചിരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ സൈക്സ് പീക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ടായത്. അതായത് ബ്രിട്ടനും ഫ്രാൻസും കൂടി ഈ കോളോണികളൊക്കെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം എന്നുള്ള തരത്തിലുള്ള അഗ്രിമെന്റ്. അപ്പം പലതരത്തിലുള്ള അഗ്രിമെന്റ്സും കറസ്പോണ്ടൻസും അങ്ങനെയൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ആളുകൾക്ക് പ്രതീക്ഷയും കൊടുത്തിരുന്നു. പക്ഷെ അവസാനം അംഗീകരിച്ചത് ബാൽഫോർ ഡിക്ലറേഷൻ ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം വേൾഡ് വാർ 1 കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് 1920 മുതൽ 47 വരെയാണ്. ബ്രിട്ടന്റെ കുറച്ച് കളികളും പിന്നെ കുറച്ച് മാപ്പിലെ തമാശകളും ഒക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യെസ്, ഇത് ഇവിടെ നിങ്ങോട്ട് പിന്നെ പല ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് 1947 സംഗതികളും പാർട്ടീഷൻ പ്ലാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പീരീഡിലാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ മതം എങ്ങനെയാണ് ഈ സംഗതിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുക ഈ പീരീഡ് മനസ്സിലാക്കിയാലാണ്. ഇതുവരേക്കും നമുക്ക് മതത്തിൻ്റെ റോള് കുറവാണ്. ഇസ്ലാം ഇതിനകത്തേക്ക് വന്നിട്ടില്ല, ജൂതമതം ഇതിനകത്ത് പണ്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ജൂതമതത്തിന് വലിയ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു റീസണോ ആയിട്ടില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മതം, സ്പെസിഫിക്കലി ഇസ്ലാം, ഇതിനകത്തേക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് എവിടെ മുതലാണെന്നുള്ളത് നമുക്ക് ഈ പീരീഡ് മനസ്സിലാക്കിയാൽ നമുക്ക് സാധിക്കും. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നിങ്ങൾ കാണുക. ഇനിയാണ് വരുന്നത് ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏഡ്, അതായത് ബ്രിട്ടീഷ് മാൻഡേറ്റ്. 1922 അത് വരികയാണ്. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാല്, ബ്രിട്ടൻ ഇങ്ങനെ, ഈ മാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവർ ഈ വേൾഡ് വാർ 1 ശേഷം അവരൊരു പ്രൊപ്പോസൽ വെക്കുകയാണ്. അതായത് ട്രാൻസ് ജോർഡൻ, പാലസ്റ്റീൻ, ഇങ്ങനെ 2 ഏരിയ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇതാണ് ബ്രിട്ടൻ ഫോർമലി അഡ്മിനിസ്ട്രേഡ് 1920 ബ്രിട്ടൻ ഫോർമലി അഡ്മിനിസ്ട്രേഡ് പാലസ്റ്റൈൻ ആൻഡ് ട്രാൻസ് ജോർഡൻ എന്ന് പറഞ്ഞാൽ ജോർദൻ നദിക്ക് അപ്പുറത്ത്. അതിന്റെ അർത്ഥം തന്നെ അതാണ്, ട്രാൻസ് ജോർഡൻ. എന്നിട്ട് ആ ട്രാൻസ് ജോർഡൻ അവര് ഹാഷിമൈറ്റ് ഫാമിലിക്ക് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഈസ് ഇപ്പോഴും ജോർഡൻ ഭരിക്കുന്നത് ഈ ഹാഷിമൈറ്റ് ഫാമിലിന്റെ ലീനേജിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും. അത് ഇത്രയും ഏൻഷ്യന്റ് എംപയർ മീൻസ് കിങ്ഡം ആണ് അത് മനസ്സിലാക്കുക. എന്നിട്ട് ജൂയിഷ് ഇമിഗ്രേഷൻ ഈ സമയത്തൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എല്ലാ സ്ലൈഡിലും അത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അവിടെ
ഒരു കാര്യം കൂടി ഇവിടെ പറയാം. അതായത് ട്രാൻസ് ജോർഡനായിട്ട് അങ്ങനെ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഈ നമ്മളെ ഫൈസൽ ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ അറബ് കിങ്ഡം, യുണൈറ്റഡ് അറബ് കിങ്ഡം വരുന്നത് സംബന്ധിച്ച്. ആ ഒരു പ്രോമിസ് അത് ബ്രിട്ടൻ ബ്രേക്ക് ചെയ്യാണ്. അത് ബ്രിട്ടനും ഫ്രണ്ട്സും കൂടിയിട്ട് ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, സിറിയ എന്ന് പറയുന്ന ഡമാസ്കസ് കേന്ദ്രീകരിച്ചിട്ട് ഫൈസൽ ഒരു ഭരണം നടത്തിയിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ ആ ഭാഗം അത് ഫ്രാൻസ് അറ്റാക്ക് ചെയ്തിട്ട് അതിനെ അവിടെ ഇല്ലാതെ ആക്കുകയും അത് അവിടുന്ന് പോവുകയും ഫൈസൽ പവറില്ലാത്ത ആളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതാണ് പിന്നീട് സംഭവിക്കുന്നത്. അവിടെ മുതലാണ് പിന്നീട് ഇതിങ്ങനെ ഓരോരോ കുടുംബങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതിലാണ് ആദ്യമായിട്ട് ട്രാൻസ് ജോർദാൻ ഉണ്ടാവുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പല ആളുകളും ഉണ്ടാവുന്നുണ്ട് ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ് ജോർഡൻ ആദ്യം ഉണ്ടാകുന്നു. യെസ്. പിന്നെ ഈ സമയത്തൊക്കെ ഈ ജൂസും അറബ്സും തമ്മിലുള്ള ഇങ്ങനെ ടെൻഷൻസ് കൂടിയും കുറഞ്ഞും ഈ പ്രദേശത്ത് നിലനിന്നു പോന്നു. അതും കൂടി പറയാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് നോക്കാം. 1920s and 30s അഗൈൻ റൈസിംഗ് ജൂയിഷ് ഇമിഗ്രേഷൻ ഇൻ ദ ഏരിയ. യൂറോപ്പിൽ വീണ്ടും നാസി പ്രോസിക്യൂഷൻ ഹിറ്റ്ലറിന്റെ വകയായിട്ട് ഉണ്ടാവുന്നല്ലോ. ആ സമയത്ത് വീണ്ടും കൂടുതലായിട്ട് ജ്യൂസ് അങ്ങോട്ട് വരികയാണ്. ജ്യൂസ് അങ്ങോട്ട് വരുന്നത് അറബ്സിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ 1920, 21, 29 അങ്ങനെ അവര് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു അറബ് റിവോൾട്ടും ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത്, 36 to 39. ആ സമയത്താണ് ബ്രിട്ടൻ എന്ത് പ്രൊപ്പോസ് ചെയ്യുന്നത്? പീൽ പാർട്ടിഷൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവര് വീണ്ടും ഒരു 2 സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഈ പച്ച നിങ്ങൾ കാണുന്നില്ലേ, ഈ ലേസർ പോയിന്റർ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈ പച്ചയാണ് ജൂയിഷ് സ്റ്റേറ്റ്, വളരെ കുറച്ച് സ്ഥലം അല്ലെ. എന്നിട്ട് ഈ ഓറഞ്ച് അറബ് സ്റ്റേറ്റ്, കണ്ടില്ലേ എത്ര അധികം സ്ഥലം. എന്നിട്ട് ഈ നടുവിലുള്ള ഭാഗം അത് ബ്രിട്ടീഷ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു പ്രൊപ്പോസൽ വയ്ക്കുന്നു. നോ സർപ്രൈസസ്, അറബ്സ് അത് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പീൽ പാർട്ടിഷൻ പ്ലാൻ അവരത് റിജക്ട് ചെയ്യുന്നു. പിന്നെന്തുണ്ടാവുന്നു? 45 വേൾഡ് വാർ 2 ഹോളോകോസ്റ്റ് സർവൈവേഴ്സ് വീണ്ടും റെഫ്യൂജീസ് ആയിട്ട് പാലസ്തീനിലേക്ക് വരുന്നു. എന്നിട്ട് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ പലരും എടുത്തുകൊണ്ട് വരുന്നതായിട്ട് കണ്ടിട്ടുള്ള UN പാർട്ടിഷൻ പ്ലാൻ. UN പാർട്ടിഷൻ പ്ലാൻ എന്തായിരുന്നു? ട്രാൻസ് ജോർഡൻ ആയിട്ട് പോയിട്ടോ നമ്മുടെ ഹാഷ്മൈറ്റ് ഫാമിലി, അത് നീ നോക്കണ്ട. ഈ ബാക്കിയുള്ള സ്ഥലം നേരത്തെ നമ്മൾ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ സാധനമാണ് ഡിവൈഡ് ചെയ്തിട്ട് ട്രാൻസ് ജോർദൻ ഉണ്ടായത്. അത് ഡിവൈഡ് ചെയ്ത് ട്രാൻസ് ജോർദൻ ഉണ്ടായ സ്ഥലത്തിന് ബാക്കിയുള്ള സ്ഥലം എന്ത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അതിലൊരു ത്രില്ലുണ്ട്. എന്താ അറിയോ? അന്ന് നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസ് ജോർഡൻ ആയിരുന്നു അറബ് സ്റ്റേറ്റ്. അതെ, അതൊന്നും ഇപ്പൊ ആർക്കും അറിയണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 സ്റ്റേറ്റിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് എവിടെയെന്ന് ചോദിക്കണ്ടെങ്കിൽ നിങ്ങൾ നേരെ ജോർഡനിലേക്ക് വണ്ടി പിടിക്കുക. ഹാഷിമൈറ്റ് കിങ്ഡത്തിന്റെ പുതിയ ആൾക്കാർ അവിടെ ഉണ്ട്, അവരോട് ചോദിക്കുക. അതാണ് ശരിക്കും സെക്കൻഡ് സ്റ്റേറ്റ്. ഓക്കെ, അത് പറയുന്നില്ല, വികാരം പുറപ്പെടും, അത് പറയുന്നില്ല. അവിടെ ഒരു കാര്യം കൂടി പറയാം. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഗാസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ പാലസ്റ്റീനിയൻസ് അല്ല, അവർ ശരിക്കും ജോർദാനിയൻസ് ആണ്, ഈജിപ്ഷ്യൻസ് ആണ്, ഇറാഖികളാണ്, സിറിയൻസ് ആണ്, ലെബനീസ് ആണ്. ഇവരാണ് ഈ പറയുന്ന ഗാസക്കാർ. ഇതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരിൻ്റെ അറ്റം തന്നെ നോക്കിയാൽ മതി. അതിൽ പലതിലും മിസ്രി ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ കാണും. മിസ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈജിപ്ഷ്യനാണ്. അപ്പോൾ ഇവർ വന്നത് മുഴുവൻ ഈജിപ്തിൽ നിന്നും. കാരണം ആ വന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ പറയാം. അതായത് ഇസ്രായേൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വലിയ തോതിലുള്ള ജോലി സാധ്യത വന്നപ്പോൾ അങ്ങോട്ടേക്ക് തൊഴിലെടുക്കാനും കൂടി വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് പിന്നീട് അവിടെ തങ്ങി നിന്നത്. അതും കൂടി നമ്മൾ പറയണ്ടേ. അതാണ് സംഭവിച്ചത്. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അറബ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് അറബ്സ് ആണ് അവര്. അപ്പം അതിലുള്ള അറബ്സ് ജോർഡനിൽ പോയി, ചിലർ സിറിയയിൽ പോയി. പലസ്തീനിയർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു രാജാവിനെ കാണിക്കൂ, ഒരു പലസ്തീനിയൻ രാജാവിനെ നിങ്ങൾ കാണിക്കൂ, ഒരു പലസ്തീനിയൻ കൊടി നിങ്ങൾ കാണിക്കൂ, ഒരു പലസ്തീനിയൻ നാണയം നിങ്ങൾ കാണിക്കൂ. ഉണ്ടാവില്ല. പക്ഷെ ജോർഡാനിൽ നിങ്ങൾ നോക്കൂ, അവിടെ ഈ കിങ്ഡം ഉണ്ട്, ഹാഷിമൈറ്റ് കിങ്ഡം ഉണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിൽ വേറെ മൊണാർക്സ് ഉണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നവരാണ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? ഒരു ഫേക്ക് സ്റ്റേറ്റ് ആണ് പച്ചക്ക് പറഞ്ഞാൽ. യെസ്, ഇറ്റ് ഈസ് എ ഫേക്ക് സ്റ്റേറ്റ്. പച്ചക്ക് എന്നോട് പറയാലോ ഇനി അങ്ങോട്ട്. അതെ, കുറച്ച് ഞാൻ സോപ്പിട്ട് പോയോ എന്നൊരു സെൻസ്. എല്ലാം പച്ചക്ക്. അന്ന് പച്ച ഷർട്ട് ഇടാത്തോണ്ടാ പച്ച കണ്ട് വരുന്നില്ല. ഞാൻ പച്ചക്ക്.
അപ്പം അതാണ്. അപ്പൊ ഈ വലതുവശത്ത് നിങ്ങൾ കാണുന്നതാണ് ഓൾറെഡി അവർ ജ്യൂസിന് വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന സ്ഥലമാണ് ഈ സോറി ഇടതുവശത്തുള്ളത്. അതിൽ നിന്ന് അവർ വീണ്ടും ഒരു 2 സ്റ്റേറ്റ് എമർജ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഈ എന്താണ് ഈ കളറിന്റെ പേര് എനിക്കറിയില്ല, ഒരു ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം, ഒരു ക്രീം കളർ, അതാണ് അറബ് സ്റ്റേറ്റ് ആയിട്ട് വീണ്ടും അത് പകുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ആയിട്ടുള്ളത് ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് റിജക്ട് ചെയ്തു. ഓക്കെ, റിജക്ട് ചെയ്യൽ ഇവരുടെ ഒരു ഹോബി ആയിരുന്നു. എന്ത് കൊടുത്താലും റിജക്ട് ചെയ്യാം. അതെന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ വഴിയെ കാണും അല്ലേ ആരിഫ്? അതെ. ഓക്കെ, അപ്പൊ ജ്യൂസ് എപ്പോഴും അത് നമ്മൾ പറയണല്ലോ, അവർക്ക് പീർ കമ്മീഷനും ഓക്കെ ആയിരുന്നു. ഇത്തിരി സ്ഥലം കൊടുത്തതും അവരും ഓക്കെ ആയിരുന്നു. എന്ത് കൊടുത്താലും അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള നിലപാടിലായിരുന്നു അവര്. അപ്പം ഈ UN പാർട്ടിഷൻ പ്രകാരം 55% പാലസ്റ്റീൻ കോസ്റ്റൽ പ്ലെയിൻസ്, നെഗേവ് ഡെസേർട്ട് ഇതൊക്കെയാണ് ജ്യൂസിന് കിട്ടിയത്. ബാക്കിയുള്ളത് 45% നമ്മുടെ ഫേമസ് ഗാസയും കുറച്ച് ഹൈലാൻഡ്സും വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ അതൊക്കെയാണ് അറബ് സ്റ്റേറ്റിന് കൊടുത്തത്. അപ്പൊ അവര് പറഞ്ഞ് മാണ്ട, നമ്മൾ എടുക്കൂല, പൊയ്ക്കോളി എന്ന് പറഞ്ഞ് അവര് റിജക്ട് ചെയ്തു. ഓക്കെ, അതാണ് ഉണ്ടായത്. ഓക്കെ, ഇനി ഈ മാപ്പ് എടുത്തുകൊണ്ട് വരുന്നവരോട് ജസ്റ്റ് ഒരു വാക്ക് ഞാൻ പറയാം. ഈ മാപ്പ് ഫേക്ക് ആണ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇതില്. അല്ലെ, ഇതിങ്ങനെ എന്തോ ഒരു വൈറസ് പോലെ, വെള്ള വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ആവണ മാതിരി ഇങ്ങനെ കൊണ്ടുവരും. ഇതൊക്കെ പലതവണ ദീപം ചെയ്തിട്ടില്ലാന്ന്. ഇതിൽ ഇത്രേ പറയാനുള്ളൂ. ഇതിലെ ആദ്യത്തെ മാപ്പ് തന്നെ തെറ്റാണ്. ആ മാപ്പ് തെറ്റായിട്ട് വരച്ചിട്ട് പിന്നെ നിങ്ങൾ ബാക്കിയുള്ളത് ഇവോൾവ് ചെയ്യുന്നത് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം അവിടെ നിങ്ങൾ പാലസ്റ്റൈൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, പാലസ്റ്റൈൻ എന്ന് പറയുന്ന സാധനം ഭാഗമാക്കി അവിടെ ട്രാൻസ്ജോർദനായി ഇപ്പുറത്ത് ഒരു ജൂയിഷ് സ്റ്റേറ്റുമാണ് ആകാൻ വേണ്ടി നിന്നത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഒറിജിനലി എന്താണ്? ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റൈൻ എന്നാണ്. അതാണ് അവിടെ പേര്. ആ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റൈൻ അത് ജ്യൂസിന് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് ഈ ഭാഗം ജോർഡൻ, അത് ജോർഡൻ പറഞ്ഞ നമ്മൾ എടുത്തോളാം എന്നാണ്. ഇത് ജ്യൂസിന് കൊടുക്കാൻ അതെങ്ങനെ പച്ചയായി? എല്ലാം പച്ചയാക്കലല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെറേറ്റീവ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കളറ് മാറ്റി അടിച്ചുകൊണ്ട് നെറേറ്റീവ് അവിടെ വസ്തുത അവിടെ മായ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എത്രയൊക്കെ നിങ്ങൾ പെയിൻ്റ് അടിച്ചാലും അതിൻ്റെ വസ്തുതയായിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾ അടിക്കേണ്ട കളർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൊടിയാണ്. അതാണ് അവിടെ നിൽക്കുക. കാരണം അത് ബ്രിട്ടീഷുകാരുടെ അടിയിലായിരുന്നു ആ 1947 ഉണ്ടായിരുന്നത്. അതാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് അതിനകത്ത് 1967 ഒരു ബോർഡർ നിങ്ങൾ കാണിക്കണ്ടല്ലോ. ആ ബോർഡർ എക്സിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ അത് ഉണ്ടെന്ന് നിങ്ങൾ പറയുക? അങ്ങനെ ഒരു സാധനം വരയ്ക്കുക എങ്ങനെയാണ്? അപ്പോൾ അതും അവിടെ നടക്കില്ല. പിന്നെ ബാക്കിയുള്ള മാപ്പിൻ്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു ബോർഡർ വെച്ചിട്ട് നിങ്ങൾ മാപ്പ് വരച്ചാൽ എങ്ങനെയാണ് അത് ശരിയാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ മാപ്പ് ദേ ഇവിടെ ഈ കാണുന്നതാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി, അതിൻ്റെ ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള മാപ്പ് ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, യെസ്. അതെ, ഇതിലേക്ക് പോണ്ടല്ലോ, ഇത് വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് വരുന്ന എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് UN പാർട്ടിഷൻ പ്ലാൻ റിജക്ട് ചെയ്യാനുള്ള കാരണം അവർ ജൂതര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും അവർക്ക് കുറേ സ്ഥലം കൊടുത്തു, അത് അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും കൂടി ഞാൻ ഓർമ്മാക്കാം, ഇത് ശ്രദ്ധിക്കുക, ഈ മാപ്പ് ഒന്നും കൂടി നോക്കുക. അതായത് ഈ ഭാഗം അവര് അറബ്സ്, പിന്നെ ഈ ഭാഗവും അല്ലെ, ബാക്കിയുള്ളതാണ് ജ്യൂസ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക, ഇതായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോപ്പുലേഷന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നിങ്ങൾ അതും ഇതും ഓവർലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവര് കൊടുത്ത സ്ഥലങ്ങൾ, അറബ്സ് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അവർ അറബ് സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തു. ജൂതർ കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അവര് ജൂതർക്കും കൊടുത്തു. പിന്നെ കുറച്ചധികം സ്ഥലം കൊടുത്തു. എന്തായിരുന്നു ആ സ്ഥലം? അത് നെഗേവ് ഡെസേർട്ട് ആയിരുന്നു. അവിടെ കുറച്ച് ബിദോയൻ ട്രൈബ്സ് ഉണ്ടായിരുന്നു, ശരിയാണ്. ഓക്കെ, അവരുടെ കാര്യം ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ അത് മൊത്തം അറബികളായിരുന്നു. അങ്ങനെയല്ലത്. അത് ഒന്നും കൾട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ലോ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ അവര് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ ജൂയിഷ് ഇമിഗ്രേഷന് വേണ്ടി ഒരു ഏരിയ അവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു ഇത്. അപ്പൊ അവര് എംപ്റ്റി ആയിട്ടുള്ള സ്ഥലം അവർക്ക് കൊടുത്തു അല്ലെ? അതാണ് ഉണ്ടായത്. അല്ലാതെ ഇവർ ഇത്തിരിയേ ഉള്ളൂ, അവർക്ക് തോനെ സ്ഥലം കൊടുത്തു, അങ്ങനെയല്ല അത് കാണേണ്ടത്. പോപ്പുലേഷൻ അവർ എവിടെ ഉണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള സ്ഥലമാണ്. ഏറ്റവും കുറവ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ മാപ്പ് ഡിവൈഡ് ചെയ്തത്. ഇനി വേറെ ഇത് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് കുറച്ച് പിന്നിലേക്ക് 1928 എന്ത് സംഭവിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡ് ഫോം ചെയ്യുന്നത്.
ഇതൊരു സ്കൂൾ ടീച്ചറാണ് ഇദ്ദേഹം, ഹസൻ അൽ ബന്ന, കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹമാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമുണ്ട്. ഈ മുസ്ലിം ബ്രദർഹുഡ് ആണ് പിന്നീട് ഈ പലസ്തീനിയൻ കോസ് ഒരു ഭയങ്കര കോസായിട്ട്, അതൊരു റിലീജിയസ് കോസായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ കീഴിലായിരുന്നു. പിന്നെ അവർ ഈ പലസ്തീനിയൻ കോസിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റുകളും ഫണ്ട് റൈസിങ്ങും അതൊക്കെ നടത്തിയിരുന്നു. പിന്നെ വോളണ്ടിയേഴ്സിനെ അയച്ചു മുസ്ലിം ബ്രദർഹുഡ്. 48-ലെ അറബ് ഇസ്രായേലി വാർ, നമ്മളിപ്പോ കാണാൻ പോകുന്ന വാറിലൊക്കെ അവരുടെ ആൾക്കാരെ വിട്ടിട്ടും ഒക്കെ അത്തരത്തിലുള്ള മിലിറ്റന്റ് സപ്പോർട്ട്, മോണിറ്ററി സപ്പോർട്ട് ഫോർ എ റിലീജിയസ് കോസ് എന്ന രീതിയിൽ ഹസൻ അൽ ബന്നന്റെ കീഴിൽ ഉണ്ടാക്കിയ മുസ്ലിം ബ്രദർഹുഡ് ആണ് പിന്നീട് ഇതിന് ഇന്ധനം ഒഴിച്ചത് എന്ന് പറയാണ്. പിന്നെ അതോട് കൂടിയിട്ടാണ് ഈ പലസ്തീനിയൻ കോസ് ഒരു നാഷണൽ ഗ്രീവൻസ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അതൊരു പാൻ ഇസ്ലാമിക് മോറൽ ഒബ്ലിഗേഷൻ. ഇതാണല്ലോ നമ്മൾ ഇപ്പോഴും കാണുന്നത്. നിങ്ങൾ ഒരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ പാലസ്തീനിയൻ കോസിന്റെ കൂടെ നിൽക്കണം എന്ന് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കും എന്തുകൊണ്ട് സേവ് ഗാസ എന്ന് പറയാൻ തോന്നുന്നു? അവർ ഹിസ്റ്ററി പഠിച്ചിട്ടോ അതിന്റെ ഫാക്ട്സ് അറിഞ്ഞിട്ടോ അല്ലല്ലോ. മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ് എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്നതിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ പങ്ക് ചെറുതല്ല. ആൻഡ് അവരുടെ മെസ്സേജ് എന്തായിരുന്നു? ഓൺലി ആൻ ഇസ്ലാമിക് റിവൈവൽ കുഡ് റീക്ലെയിം പാലസ്റ്റീൻ. മുദ്ര ശ്രദ്ധിക്കുക, ഇസ്ലാമിക് റിവൈവൽ. അതില് ഡെമോക്രസിയോ ചർച്ചകളും നെഗോഷിയേഷനോ അതൊന്നല്ല. അവിടെയാണ് ഇസ്ലാം നേരിട്ട് കടന്നു വരുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ഗാസ ശാഖയാണ് പിന്നീട് ഹമാസ് ആയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹമാസ് ആയിട്ട് പരിണമിച്ചത്. ഹമാസ് എത്രത്തോളം റിലീജിയനെ കൂട്ടുപിടിക്കുന്നു, റിലീജിയൻ ഈസ് ദ കോർ ഓഫ് ഹമാസ് നമുക്കറിയാം. എന്തുകൊണ്ടാണത്? അവർ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗം തന്നെയായിരുന്നു തുടക്കത്തില്. അത് പറയാണ്. അത് മാത്രമല്ല, ഇതിൽ ഈ റിലീജിയൻ അല്ല എന്ന് പറയുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയണം. അതായത് ഇതിൽ യുദ്ധത്തിൽ തോക്കുന്നൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച് നടക്കാത്തൊരവസ്ഥ വരുന്നു, ഇസ്രായേൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ വന്നാൽ ഇവരെന്താ പറയാറുള്ളത്? കുഴപ്പമില്ല, ഇത് അന്ത്യദിനം യഹൂദനെ കൊന്നു തീരാതെ നടക്കില്ല, അതിനുള്ള വഴി പടച്ചോൻ അവിടെ നമുക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന കാണുന്നത്. അപ്പോൾ എന്തിനാണ് ഈ യഹൂദനെ മുഴുവൻ കൊല്ലുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ യഹൂദൻ അവസാനത്തെ ജൂതനും മരിച്ചു കഴിഞ്ഞാലേ ഇവിടെ ലോകം അവസാനിക്കൂ എന്ന വാദമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഫ്രീ പാലസ്റ്റൈൻ ഫ്രം ദ റിവർ ടു ദ സീ എന്നൊക്കെ പറയുമ്പോൾ അത് ജൂത ഉന്മൂലനമാണ്, അല്ലാതെ ഒരു അറബ് സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ അറബ് സ്റ്റേറ്റ് പണ്ടേ ഉണ്ടായി. അതാണ് ഈ പറയുന്ന ട്രാൻസ് ജോർഡൻ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് പോകേണ്ടതായിരുന്നു. അത് പോകാതെ നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ പല കാര്യങ്ങളും ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഭാഗത്തേക്ക് വന്നത്. യെസ്. ഓക്കെ, ഈ അവസരത്തിൽ ഞാൻ വോക്ക് നാസികൾ, ഓക്കെ, ഈ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ അഭിലാഷ് കൃഷ്ണൻ ചേട്ടന് ഒരു പ്രത്യേക പരാമർശം, ജൂറി പരാമർശം. ഓക്കെ, അപ്പം വോക്ക് നാസികളോട് ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കാണ്. ഓക്കെ, നിങ്ങൾ 1947 പാർട്ടീഷൻ പ്ലാനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് വരുമല്ലോ. എന്നിട്ട് അവര് റിജക്ട് ചെയ്തു. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് അവർ ഔട്ട്റൈറ്റ് റിജക്ട് ചെയ്തു. എന്തുകൊണ്ട് അവർ ബോർഡേഴ്സ് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് സ്റ്റേറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ വേറെ രീതിയിൽ അത് ഒരു അറബ് കമ്മ്യൂണിറ്റീസിനെ എങ്ങനെയെങ്കിലും അവിടെ ഉൾപ്പെടുത്തി വേറൊരു തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാമോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് പോയില്ല. ഔട്ട്റൈറ്റ് നിങ്ങൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു എന്നതിനുള്ള ഉത്തരം നിങ്ങൾ തന്നാൽ നന്നായിരുന്നു കമന്റിൽ. ഓക്കെ, അത് ഒരു അവസരം കൂടി തരാം. 1947 പാർട്ടീഷൻ റിജക്ട് ചെയ്തപ്പോൾ മാത്രമല്ല, ഇതിന് ശേഷം ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധം ചെയ്തല്ലോ. യുദ്ധം ചെയ്തതിന് ശേഷം തോറ്റപ്പോഴെങ്കിലും നിങ്ങൾക്കിത് ചർച്ച ചെയ്യാമല്ലോ. അതും നിങ്ങൾ ചെയ്തിട്ടില്ല. അവിടെയും നമ്മൾ കണ്ടത് എന്താണ്? ഈ പറയുന്ന അറബികൾക്കായി നീക്കി വെച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം, അത് വെസ്റ്റ് ബാങ്ക് ജോർദാൻ കൊണ്ടുപോകുന്നു. എന്നിട്ട് വെസ്റ്റ് ബാങ്ക് എന്നല്ല അതിൻ്റെ പേര് അന്ന്, അത് ജൂദയൻ സമരിയ എന്നാണ് അതിൻ്റെ പേര്. അത് വെസ്റ്റ് ബാങ്ക് എന്നാക്കുകയാണ് ചെയ്തത്. കാരണം ട്രാൻസ് ജോർദാൻ എന്നുള്ള പേര് അവിടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ട്രാൻസ് ജോർദാൻ എന്നുള്ള പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമം. അതെന്താണ്? ഈ ജോർദാൻ നദിയുടെ അപ്പുറത്തെ കര മാത്രമല്ല ഇപ്പുറത്തെ കരയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? അതെല്ലാം ജോർദാനായി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ശ്രമം. അങ്ങനെയാണ് ഈ ട്രാൻസ് ജോർദാൻ എന്നുള്ള പേര് പോലും മാറ്റി ജോർദാൻ മാത്രമാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് എന്താണ്? ഈ ജോർദാൻ നദിയുടെ ഇപ്പുറത്തുള്ള സ്ഥലം കൂടി ഇവർ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അവരുടെ സ്ഥലമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നു. അതേപോലെ ഇപ്പുറത്ത് ഗാസ, അത് ഈജിപ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ കൊണ്ടുപോയ സമയത്തും ഇവർക്ക് വേണമെങ്കിൽ അറബികൾക്ക് വേണ്ടി ആ പാലസ്റ്റൈൻ അവിടെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നല്ലോ. കൊടുത്തിട്ടില്ലല്ലോ. 67 യുദ്ധം വരേക്കും അത് കൊടുത്തിട്ടില്ല. അവിടെ എന്തുകൊണ്ട് അത് കൊടുത്തില്ല? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? വേണമെങ്കിൽ ഒരു ക്ലൂ നമുക്ക് വേണമെങ്കിൽ തരാം, കൊടുക്കാം അല്ലേ?
അത് ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് 67 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അല്ല ഇപ്പം നമുക്ക് ക്ലൂ കൊടുക്കണം. ക്ലൂ കൊടുക്കാനേ ഞാൻ പറയാ. ക്ലൂ ഒറ്റ നമുക്കെന്നാ ഒരു വാക്ക്. കാര്യം, ക്ലൂ നമുക്ക് തരാം. ആ വാക്ക് തുടങ്ങുന്നത് ഡബ്ല്യൂലാണ്, അവസാനിക്കുന്നത് എഫിലാണ്. ഓക്കെ ഓക്കെ, എന്താണെന്നുള്ളത് അതെനിക്കൊരു തെറിയായിട്ടാണ്. അതെ, തെറിയായിട്ട് തോന്നും, പക്ഷെ അത് തെറിയല്ല. ഏതാ ഞാൻ ഉദ്ദേശിക്കണ എന്നാണ് ആരിഫ് ഉദ്ദേശിക്കുന്നത്? അതന്നെ ഉദ്ദേശിക്കണം. അത് കമന്റിൽ വരും, അപ്പൊ നമുക്ക് നോക്കാം. ജാസ്തി ക്ലൂ ആയി. അതെ, ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തി? ഓക്കെ, നമ്മള് പാർട്ടിഷൻ പ്ലാൻ ഒക്കെ കണ്ടു. പീൽ കമ്മീഷൻ റിജക്ട് ചെയ്തു, പാർട്ടിഷൻ പ്ലാനും റിജക്ട് ചെയ്തു, എല്ലാം റിജക്ട് ചെയ്ത് ഇങ്ങനെ കൊളാക്കി. അത് കഴിഞ്ഞ് ഒന്നും വേണ്ട, ഞമ്മക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിരിക്കാം. മുഖം വീർപ്പിച്ചിരിക്കുന്ന പലസ്തീനിയരെ കണ്ടു, സോ കോൾഡ് പലസ്തീനിയർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത് ആരിഫ്. യെസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത സ്റ്റേജാണ്. 1948 ശേഷം 47 പാർട്ടീഷൻ പ്ലാൻ വരുന്നു. അത് 48 യുദ്ധത്തിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം 48 അത് ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ അവിടെ നടക്കുന്നു. പിന്നെ നക്ബ എന്ന് പറയുന്ന ഒരു കള്ളക്കഥ, അത് പിന്നെ അവിടെ വരുന്നു. പിന്നെ 1950 ഉണ്ടാവുന്ന ചില സംഗതികൾ, ഇതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം, ബാക്കി അറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ 47 മുതൽ 48 വരെ ഈ പാർട്ടിഷൻ പ്ലാൻ നമ്മൾ കണ്ടല്ലോ. പാർട്ടിഷൻ പ്ലാനിനോട് കൂടി തന്നെ അവിടെ വയലൻസ് ഇറപ്റ്റ് ആവാണ്. അറബ്സിന് ജ്യൂസ് അവിടെ നിന്ന് തുരത്തണം. അങ്ങനെ പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു. അപ്പൊ മെയ് 1948 ആകുമ്പോഴത്തേക്കും ബ്രിട്ടൻ അവിടുന്ന് പൊടിയും തട്ടി പോകുന്നു. എന്നിട്ട് ഇസ്രായേൽ ഫൈനലി അവിടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് അവർ ഇസ്രായേൽ എന്നുള്ള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു വിത്ത് ലീഗൽ ബൗണ്ടറീസ് ആൻഡ് എവറിബഡീസ് ബ്ലെസ്സിങ്സ്. ഇസ്രായേൽ, ദ ബർത്ത് ഓഫ് ഇസ്രായേൽ 1948 സംഭവിക്കുന്നു. അപ്പൊ എന്താണ് അറബികൾ ചെയ്തത്? അവർ മിണ്ടാതിരുന്നോ? ഇല്ല, അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? എല്ലാരും കൂടി ജോയിന്റ് ആയി. ആരൊക്കെ? ഈജിപ്തും ട്രാൻസ്ജോർഡനും സിറിയയും ലെബനനും ഇറാഖും എല്ലാരും കൂടി ചേർന്നിട്ട് ജസ്റ്റ് ബേബി ആയിട്ടുള്ള ഇസ്രായേൽ ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെ ബേബിനെ തന്നെ അങ്ങോട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി വരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ജസ്റ്റ് ഫോം ചെയ്ത സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. എന്നിട്ടും അവർക്ക് ഇവരെതിരെ ഡിഫെൻഡ് ചെയ്തിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നു. അപ്പൊ ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ മാപ്പിൽ നോക്കുക, എല്ലാ സ്ഥലത്തു നിന്നുള്ള അറബ് സ്റ്റേറ്റുകൾ അവർക്ക് കൊടുത്ത പാർട്ടിഷൻ പ്ലാൻ റിജക്ട് ചെയ്തതിന് ശേഷം ഒരു സ്റ്റേറ്റ് ഫോം ചെയ്ത് അപ്പൊ തന്നെ PWD അപ്പൊ തന്നെ യുദ്ധം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ സ്ഥലവും ഇസ്രായേൽ ക്യാപ്ചർ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കുക, ജസ്റ്റ് ഫോർ ഹൊറർ, ഒരു പാരലൽ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ യുദ്ധം ഒരു അറബികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ 2 സ്റ്റേറ്റും തപ്പി നിങ്ങൾ ഈ കടലിലൊറ്റ പോയി തപ്പേണ്ടി വരും. അവിടെ വേറെ 2 സ്റ്റേറ്റും 3 സ്റ്റേറ്റും ഒന്നും ഇല്ല. ഒക്കെ ജോർദാനോ ഈജിപ്തും സിറിയയും കൂടി അടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ പാലസ്തീനരും ഉണ്ടാവില്ല, ഇന്തിഫാദയും ഉണ്ടാവില്ല, എല്ലാരും ഹാപ്പി. അപ്പൊ ഞാൻ പറയുന്നത് ഇവര് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് അന്ന് അവസാനിക്കാനെന്ന് ഞാൻ പറയുന്നത്. അല്ലെ, നക്ബ ഉണ്ടാവില്ലല്ലോ ജയിച്ചിരുന്നെങ്കിൽ. നക്ബ ഉണ്ടാവില്ല, ഒക്ടോബർ 7 ഉണ്ടാവില്ല. അല്ല, ഒക്ടോബർ 7 വരെ ഉണ്ടാവില്ലല്ലോ. അതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. ജൂതര എല്ലാം കൊന്നൊടുക്കി അത് ശരിയാണ്. അല്ലെ, നക്ബ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാണ്. ഈ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ജയിച്ചാ നക്ബ ഇല്ലല്ലോ. അതങ്ങനെ പക്ഷെ അപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് അപ്പോഴും ഉണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നക്ബ എന്നാ വിളിക്കുന്നത്. അതെന്താ അറിയോ? അത് പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പലസ്തീനരും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ അറബികളുമായി മാറുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. അതെ, അതാണ് നക്ബയിൽ നമ്മൾ കാണുന്നത്. അല്ല, ഞാനപ്പോ ആലോചിക്കണത് ഇവിടെ ഈജിപ്ത്, ട്രാൻസ്ജോർദൻ, സിറിയ, ലെബനൻ, ഇറാഖ് ഇതെല്ലാം അവിടെ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പൊ ഈ പടച്ചോനെ എന്ത് ചെയ്യായിരുന്നു അപ്പോ ആ സമയത്ത്? ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ജൂതന്മാർക്കെതിരെ പടച്ചോൻ എന്താ പണി? പടച്ചോനെ ഇത് വെയിറ്റ് ചെയ്യണം. അന്ത്യനാൾ ആയിട്ടില്ല ആരിഫ, അന്ത്യനാൾ ആവണ്ടേ? ഓക്കെ, അടുത്ത പോട്ടെ. അടുത്തത് ഓക്കെ. അപ്പൊ നിങ്ങളെ വീണ്ടും ഞാൻ നിങ്ങളെ മാപ്പിലേക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതായിരുന്നു, ഇടക്കിടക്ക് ഞാൻ മാപ്പ് ഓർമ്മിപ്പിക്കും കേട്ടോ, അതിൽ വിഷമമുള്ളവര് സഹിക്കാം. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് പ്ലാന്. അത് കഴിഞ്ഞിട്ട് 1949 ആവുമ്പം എന്തുണ്ടാവുന്നു? ഇതാവുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കാം, ഇത് അവർക്ക് ആദ്യം കൊടുത്ത സ്ഥലമായിരുന്നു ഈ ക്രീം കളറിൽ. പക്ഷെ ഈ യുദ്ധം കഴിഞ്ഞപ്പോ ഇസ്രായേൽ അതിലും കൂടുതൽ സ്ഥലം എടുത്തു. അപ്പൊ ഇവരുടെ ഈ വെസ്റ്റ് ബാങ്ക് കുറച്ചും കൂടി ചെറുതായി. എന്നിട്ട് ഈ വെസ്റ്റ് ബാങ്ക് ആര് കൊണ്ടുപോയി? ജോർദാൻ കൊണ്ടുപോയി. ഈ ഗാസ ഈജിപ്തും കൊണ്ടുപോയി.
ഇസ്രായേൽ അവിടെ ഉണ്ടായി. ആ അപ്പൊ പിന്നെ പലസ്തീൻ എവിടെ? അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ജോർദാൻ ഈ വെസ്റ്റ് ബാങ്ക് കൊണ്ട് പലസ്തീനായിട്ട് പ്രഖ്യാപിച്ച പണി തീർന്നില്ല, എളുപ്പാവൂലേനോ? അതാണ് അതിൽ നമ്മൾ അങ്ങനെ നേരത്തെ ചോദിക്കാൻ ചോദിച്ചത്. പാടില്ല. അതെ, അതെ, അതിൽ അതില്ല, ത്രില്ലില്ലല്ലോ, ചോദിക്കാൻ പാടില്ല. യുദ്ധം വേണം. അതിലൊരു ത്രില്ല്. അതെ. അപ്പൊ ജസ്റ്റ് പറയാം, ഇപ്പം ഇസ്രായേൽ 78% ഓഫ് ദ മാൻഡേറ്റ് ലാൻഡ് ഇൻക്ലൂഡിംഗ് വെസ്റ്റ് ജെറുസലേം എടുക്കുന്നു. ജോർദൻ വെസ്റ്റ് ബാങ്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഈജിപ്ത് ഗാസ എടുത്തുകൊണ്ട് പോകുന്നു. പലസ്റ്റീൻ സ്റ്റേറ്റ് എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും ആരും അപ്പം മറ്റേ കള്ളിത്തുണി ഇതൊന്നായിട്ട് വന്നില്ല. എന്താണാവോ. എന്നിട്ട് ആ സമയത്ത് ഒരു 400 to 700,000 പാലസ്റ്റീനിയൻ അറബ്സ് റെഫ്യൂജീസ് ആയിട്ട് മാറുന്നു. പാലസ്റ്റീനിയൻ അറബ്സ് എന്നാണ് അവരെ തന്നെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അതെ. എന്നിട്ട് പിന്നെയും ജൂയിഷ് ഇമിഗ്രേഷൻ ഫോളോസ് ആഫ്റ്റർ ദിസ് പീരിയഡ്. കാരണം ഹോളോകോസ്റ്റ് സർവൈവേഴ്സ് വീണ്ടും പല സ്ഥലത്തുനിന്നും വരുന്നു. ഇതിനെയാണ് ഈ 400 to 700,000 അറബ്സ് റെഫ്യൂജീസിന് ആയതിനെയാണ് അവർ ഈ നക്ബ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ നക്ബനെ പറ്റി ഭയങ്കരമായിട്ട് പറയണവര് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ ചോദ്യമാണ്, ഇസ്രായേൽ ആണോ ഈ റെഫ്യൂജി പ്രോബ്ലം ഉണ്ടാക്കിയത്? അപ്പൊ നിങ്ങൾ ഈ അന്നുണ്ടായിരുന്ന ന്യൂസുകൾ ശ്രദ്ധിക്കുക. ആരബ്സ് ഇൻവേഡ് പാലസ്റ്റീൻ. എന്താണത്? ആരബ് ആർമീസ് ഇൻവേഡ് പാലസ്റ്റീൻ. അപ്പൊ പിന്നെ പാലസ്റ്റീനിലപ്പോ ആരായിരുന്നു? പാലസ്റ്റീനിൽ ജൂതരായിരുന്നു. അറബികൾ വന്ന് ജൂതരുണ്ടായിരുന്ന പാലസ്റ്റീനെ ഇൻവേഡ് ചെയ്യുന്നു. ഒന്നും അങ്ങോട്ട് കണക്കുകളൊന്നും ശരിയാവുന്നില്ല അല്ലെ അതില്. അപ്പൊ വാർ തുടങ്ങിയത് അറബികള്. പാലസ്തീനികളുടെ ലാൻഡ് എന്ന് പറയുന്ന കുറച്ച് സ്ഥലം വെസ്റ്റ് ബാങ്കും ഗാസയും എടുത്തോണ്ട് പോയതും അവരെന്നെ. റെഫ്യൂജി പ്രോബ്ലം ഉണ്ടാക്കിയതും അവരെന്നെ. ഇനി വേറെ ഉണ്ട് കേട്ടോ. ഇവരെന്തിനാ അവിടുന്ന് പോയത്? അത് അവര് എത്നിക് ക്ലെൻസിങ് എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. അറബികൾ തന്നെ കമാൻഡേഴ്സ് അവരോട് ജസ്റ്റ് നിങ്ങളൊന്ന് മാറി നിൽക്കും, നമ്മളിപ്പൊ പോയി യുദ്ധം ജയിച്ച് വെള്ളം ശരിയാക്കി നിങ്ങളെ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റിയിട്ടുണ്ട് അവർ. ഇല്ല, അതന്നെ 2 ആഴ്ച സമയം തന്നെ നമ്മളൊക്കെ ശരിയാക്കി തരാം. ചെറിയ സ്പാനർ ഇങ്ങോട്ട് എടുക്കുന്ന പറഞ്ഞ് പോയതാണ്. പിന്നെ ഒക്കെ തോറ്റ് തുന്നാൻ പാടി. അപ്പൊ നക്ബയായി. ഓക്കെ, ചിലര് കോമ്പാറ്റ് ഫിയർ ചെയ്തിട്ടും പോയിട്ടുണ്ട് കേട്ടോ, ഓടിയിട്ടുണ്ട്. കോമ്പാറ്റ് ഫിയർ ചെയ്ത് ഓടിയതിൽ പ്രധാനികൾ ക്രിസ്ത്യാനികളാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ക്രിസ്ത്യൻ സമൂഹം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് യുദ്ധങ്ങളിലെല്ലാം അല്ല, അത് ആളുകൾ പറയാതെ ജൂതന്മാരെന്തോ കൊന്നുതള്ളി എന്നാണ് പറയാറ്. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഓടി രക്ഷപ്പെടാൻ ഈ പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. അവർ പലരും മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. യൂറോപ്പിലേക്കോ മറ്റ് പല മേഖലകളിലേക്കാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. പിന്നെ വേറെ നിങ്ങൾ അറിയാത്തൊരു നക്ബനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കണമെന്ന്. അതാണ് റെസിപ്രോക്കൽ റെഫ്യൂജി എക്സ്പീരിയൻസ് ഓഫ് ദ ജൂസ്. നിങ്ങൾക്ക് അറിയണ നക്ബതാണ്. ഇസ്രായേലിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്താക്കി, അവിടെ ഇവിടെയൊക്കെ പോയി ആകെ കൊളായി. ഓക്കെ, പക്ഷേ വേറെയും ചില സംഭവങ്ങൾ അപ്പൊ നടന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജൂതരെ പുറത്താക്കിയിട്ടുണ്ട്. ചില്ലറ നമ്പർ ഒന്നല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ 850,000 ജൂയിഷ് റെഫ്യൂജീസിനെ എല്ലാ സ്ഥലത്തുനിന്നും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇസ്രായേൽ എന്താ ചെയ്തത്? അവരെ അബ്സോർബ് ചെയ്യാണ് ചെയ്തത്. അല്ലാണ്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് ഒന്നും. ഓക്കെ, അവരുടെ ഒരു കോർ അത് തന്നെയാണ്, അത് നമുക്ക് വേണേൽ പറയാം. പക്ഷെ അവരും റെഫ്യൂജീസ് തന്നെയായിരുന്നു അല്ലെ? അവരും സ്ഥലം നഷ്ടപ്പെട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ആന്റിസെമിറ്റിസം കാരണം തന്നെ അവര് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള 850,000 ജൂയിഷ് റെഫ്യൂജീസ്. അവര് നക്ബ എന്നൊന്നും പറഞ്ഞ് കരയുന്നില്ല എന്നീ അവസരത്തിൽ പറയാണ്. അപ്പൊ അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ എത്നിക് ക്ലെൻസിങ് എന്ന് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. മാത്രമല്ല, ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട ജൂതന്മാരെ ഇസ്രായേൽ അബ്സോർബ് ചെയ്ത് അവിടുത്തെ സിറ്റിസൻസ് ആക്കി മാറുന്ന ഒരവസ്ഥ. മിസ്രാഹി ജ്യൂസ് എന്നൊക്കെയാണ് അവർ വിളിക്കൽ. അങ്ങനെ ഉണ്ടായി. ഇറാഖികൾ ഒക്കെ ഉണ്ട്, നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് പേരായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതേ സമയം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അറബികളായിട്ടുള്ള ആളുകൾ അവരെ ഈ പറയുന്ന രാജ്യങ്ങൾ ഉൾക്കൊണ്ടോ? ഇല്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അവരെന്നും അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളി വിട്ടു എന്ന് മാത്രമല്ല, ഇവരെ പല ആളുകളെയും ഇപ്പോൾ ജോർദാനിൽ അഭയം കൊടുത്തിരുന്നു. ജോർദാനിൽ അഭയം കൊടുക്കാൻ മാത്രം ചെയ്തു. അവരെ ഒരിക്കലും അവരുടെ സിറ്റിസണാക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനെ ഒരു ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ആയിട്ടുള്ള കൺസിഡറേഷൻ അവർക്ക് കൊടുത്തില്ല. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് നിർത്തിയത്. കലാപരിപാടി. അതെ, അതാണ് നമ്മളുടെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മറ്റ് സാധനങ്ങൾ. അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും അവർ ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുവൈത്ത് കുറേ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അവിടെ പോയിട്ട് ഇറാഖിൻ്റെ യുദ്ധം വന്ന സമയത്ത് കുവൈത്തിനോടൊപ്പം നിൽക്കുന്നതിന് ഇറാഖിനെ പോയിട്ട് സഹായിച്ചു. അങ്ങനെ സദ്ദാം ഹുസൈനുമായിട്ട് ചേർന്നു. ഇങ്ങനെയുള്ള പല പണികളും ഈ പറയുന്ന ഇതേ പാലസ്തീനിയൻ
റെഫ്യൂജീസ് ചെയ്തിട്ടുണ്ട്. ലെബനോണിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കി, അങ്ങനെ പല പല വിഷയങ്ങൾ. അപ്പോൾ അപ്പോൾ അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പം നക്ബ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന സാധനത്തിൻ്റെ വിളിപ്പേര് വരാൻ കാരണം അന്ന് നിങ്ങളായിട്ട് തുടങ്ങി വെച്ച യുദ്ധം നിങ്ങൾ തോറ്റുപോയി എന്നതിൻ്റെ പേരിലാണ്. നിങ്ങൾ അന്ന് ജയിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നക്ബ എന്ന് വിളിക്കില്ലായിരുന്നു. നിങ്ങളതിനെ ക്യാപ്ചർ ചെയ്തു, 2 ആഴ്ച ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഞങ്ങൾ മാറി നിന്നു, എന്നിട്ട് ഇവർ പോയി അറ്റാക്ക് ചെയ്തു, ജൂതന്മാരെ ഇല്ലാതെയാക്കി, എന്നിട്ട് ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി എന്ന് നിങ്ങൾ വീരവാദം പറഞ്ഞേനെ. അപ്പോൾ അന്ന് നിങ്ങൾ വീരവാദം മുഴക്കി ഭീകരവാദം നടത്തി. പക്ഷേ പിന്നെ അത് ഇരവാദത്തിൽ വന്ന് ഒടുങ്ങേണ്ടി വന്നു, കാരണം ഇസ്രായേൽ നിങ്ങൾക്കിട്ട് പണിതു. അതാണ് ഉണ്ടായത്. അപ്പോൾ ആ പണി ഇപ്പോഴും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 നമ്മൾ കണ്ടത് തന്നെയാണ്. യെസ്. ഇനി ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് കാണാം. മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല, കുറച്ച് കാണാം. هذا الخوف سيطر على الناس بالعصابات الصهيونية. ماذا؟ أسبوعين؟ هذا كثير جدا. ساعتين زمان لبينما نحرر. هذه كذبة. اللي طلعنا يعني اللي أطلعنا الجيش الأردني على إنه بدها تصير معارك وإحنا بدنا نروح تحت الرجلين. قالوا لنا بتطلعوا لكم ساعتين زمان لبينما نحررها وبعدين بترجعوا. طلعنا بأواعينا يعني ما أخذناش شيء لأنه بدنا نرجع بعد ساعتين، ليش نحمل؟ فبنستنطر بالساعتين لحد الآن إحنا. اعتادت إذاعات الأنظمة العربية القول لنا ابتعدوا عن الجبهة، إنها مسألة 10 أيام أو أسبوعين على الأكثر وسنعيدكم إلى عكاز. واعتدنا القول هذه فترة طويلة جدا. ماذا؟ أسبوعين؟ هذا كثير جدا. هكذا اعتقدنا، والآن طوينا 50 عاما. الجيش الإنقاذي انسحب من المدينة، നമ്മളെ മഹ്മൂദ് അബ്ബാസ് أدى إلى أن الناس بدأت ترحل. سبب بالذات مثل الخليل كانت بتخاف من أن ينتقم اليهود في ذلك الوقت من مذبحة 29. فهذا الخوف سيطر على الناس، مما أدى إلى أن يخرج الناس بشكل عشوائي من البلد. في كل شيء مؤلم، وكانوا هذول في 48 هم يدافعوا عن نفسهم يعني. وفي الآخر قالوا لهم اطلعوا على الأردن كلها كم من أسبوع وبترجعوا. كانت الميكروفونات تجوب الشوارع بالسيارات تطالب الناس بالهجرة لسلامة العمليات الحربية. يعني نودي علينا بأصوات عربية لمغادرة المنازل، لأننا نحن الفلسطينيين المقاتلون نريد أن نقوم بعمليات حربية ولا نريدكم أن تعطلونا. ഓരോ ആളുകളും അവരുടെ ടെസ്റ്റിമോണിയൽസ് എങ്ങനെയാണ് നക്ബ ഉണ്ടായെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ആരാണ്? ജൂതന്മാരെ ആട്ടി ഓടിച്ചതല്ല. അറബ് നേതാക്കൾ തന്നെ അവരോട് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിക്കോ, 2 മണിക്കൂർ, 2 ആഴ്ച, 2 മാസം, ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവരോട് ഇറങ്ങാൻ പറഞ്ഞത് ആരാണ്? അറബികളാണ്. പണി കിട്ടിയപ്പോൾ നക്ബ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഇതാണ്. യെസ്. ബാക്കി ഓക്കെ. ഇനി വേറൊരു ഇത് ആരിഫ് നേരത്തെ പറഞ്ഞു. ജൂതർ അവർ ഉൾക്കൊണ്ടു, പക്ഷെ ഈ നക്ബയായിട്ട് വന്ന റെഫ്യൂജീസിനെ ഈ സ്റ്റേറ്റ്സ് ഒന്നും ഉൾക്കൊണ്ടില്ല. പിന്നെ ഇതിൽ UN ചില കളികളും ഉണ്ട്, അതുകൂടി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഈ UNRWA ആ സമയത്താണ് ഫോം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന UNRWA 1948 കോൺഫ്ലിക്റ്റിന് ശേഷമാണ് ഫോം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം എപ്പോഴോ ഇയർ ഓർമ്മയില്ല, UNHCR ഫോം ചെയ്യുന്നുണ്ട്. ജനറലി പല സ്ഥലത്ത് പെർസിക്യൂട്ടഡ് ആയ ആളുകൾ, റെഫ്യൂജീസ്, വാർ ക്രൈം ഒക്കെ പെട്ട ആളുകൾ, റെഫ്യൂജീസിന് വേണ്ടി ലോകം മൊത്തമുള്ള റെഫ്യൂജീസിന് വേണ്ടിയുള്ള സംഘടനയാണ് UNHCR. പക്ഷെ പലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടി മാത്രമുള്ള സംഘടനയാണ് UNRWA. അതെന്താണ് അത് അങ്ങനെ? ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പറയാൻ 48 UNHCR ഇല്ല, പക്ഷെ UNHCR ഉണ്ടാവുമ്പോൾ UNRWA അതിലേക്ക് അബ്സോർബ് ചെയ്യാലോ. അത് അവർ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇവര് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ കണ്ടു എന്ത് നക്ബ എങ്ങനെയാ ഉണ്ടായത്, നക്ബന്റെ കാരണക്കാരായിരുന്നു, യുദ്ധം ആരാ ഉണ്ടാക്കി, ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ആരിഫ് ഒരു കാര്യവും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെങ്ങനെ എപ്പോഴും റെഫ്യൂജീസ് ആയി, എന്തുകൊണ്ട് ഒന്നാമത് ഇവര് മറ്റു രാജ്യങ്ങൾ എടുത്തില്ല, അങ്ങനെ അവർ പെർപെച്വൽ റെഫ്യൂജീസ് ആയിട്ട് തന്നെ തുടരുന്നു. പക്ഷെ ഇതിൽ വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അതാണ് UNRWA നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ UNRWA എപ്പോഴാണ് ഫോം ചെയ്തത്? 1948 കോൺഫ്ലിക്റ്റിന് ശേഷം, നക്ബ ഉണ്ടായതിനു ശേഷമാണ് UNRWA ഫോം ചെയ്തത്. UNRWA എന്ന് പറയുന്നത് പലസ്തീനിയൻ റെഫ്യൂജീസിന്റെ കൺസേൺസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് UNRWA.
അതിന്റെ കൂടെ തന്നെ യുഎന്റെ വേറൊരു ബോഡിയാണ് UNHCR. UNHCR എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ റെഫ്യൂജികളുടെയും ഏത് കൺട്രിയിൽ നിന്ന് ഫ്ലീ ചെയ്തതാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യുഎന്റെ ബോഡിയാണ് UNHCR. പിന്നെ എന്തുകൊണ്ട് പലസ്തീനിയർക്ക് മാത്രം ഒരു സ്പെഷ്യൽ ബോഡി? പലസ്തീനിയർ എപ്പോഴും സ്പെഷ്യൽ ആണ്, അപ്പൊ ഈ കേസിലും അവർ സ്പെഷ്യൽ ആണ്. അപ്പൊ നിങ്ങൾ പറയാമല്ലോ ഉൺറയാണ് ആദ്യം ഉണ്ടായത്, HCR പിന്നെയാ വന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാദത്തിന് പറയാമെങ്കിലും HCR ഉണ്ടായപ്പോൾ ഉൺറ അതിൽ അബ്സോർബ് ചെയ്യായിരുന്നല്ലോ. പക്ഷെ അതിൽ ത്രില്ലില്ല, ഉൺറ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് ഉൺറയും HCRഉം രണ്ടും റെഫ്യൂജീസിനെ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന അവരുടെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉൺറ addresses refugees as persons whose normal place of residence was Palestine between June 1946 and May 1948 and who lost both home and means of livelihood as a result of the 1948 conflict. അവിടെ അവസാനിക്കുന്നില്ല, പ്ലസ് their descendants. ഇതാണ് മുദ്ര, ശ്രദ്ധിക്കുക. പക്ഷെ UNHCRൽ എന്താണ് റെഫ്യൂജി സ്റ്റേറ്റസ്? ബാക്കിയുള്ളവർക്കല്ല, ബാക്കി എല്ലാ രാജ്യങ്ങളുടെ റെഫ്യൂജീസിനും റെഫ്യൂജി സ്റ്റേറ്റസ് എൻഡ്സ് വെൻ ദേ ആർ റീസെറ്റിൽഡ്, നാച്ചുറലൈസ്ഡ് ഓർ ക്യാൻ സേഫ്ലി റിട്ടേൺ ഹോം. ഇനി ജസ്റ്റ് ഇതിന്റെ ക്വിക്ലി ഇതിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ UNHCR പ്രകാരം നിങ്ങൾക്ക് റെഫ്യൂജി സ്റ്റേറ്റസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. പക്ഷെ ഉൺറന്റെ പലസ്തീനിയൻ റെഫ്യൂജീസ് കുട്ടികളുണ്ടായ അവരൊക്കെ എന്നേക്കും ഈ ഉൺറ പ്രകാരം റെഫ്യൂജീസ് തന്നെയാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ HCR ഫോക്കസ് ചെയ്യുന്നത് അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അവരെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹോം എങ്ങനെ കണ്ടെത്താം. പക്ഷെ ഉൺറ നമുക്കറിയാം ഫോക്കസ് ചെയ്യുന്നത് ഈ റെഫ്യൂജീസിനെ എങ്ങനെ സർവീസ് ആൻഡ് വെൽഫെയർ, ആ പ്രദേശത്ത് തന്നെ അവരെ റെഫ്യൂജീസ് എന്ന നിലയ്ക്ക് എങ്ങനെ അവർക്ക് സർവീസ്, അവർക്ക് റീഹാബിലിറ്റേഷൻ ഒരിക്കലും അവരുടെ ഒരു ഫോക്കസ് അല്ല. ഓക്കെ, പിന്നെ അപ്ലൈസ് ടു ഡിസെൻഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് UNHCR എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് പോയി അവിടെ കുട്ടികളുടെ അവരൊരിക്കലും റെഫ്യൂജീസ് അല്ല, പക്ഷെ ഉൺറ പ്രകാരം ആണ്. പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിതെല്ലാം റെഫ്യൂജി സ്റ്റേറ്റസ് അപ്പൊ തന്നെ എൻഡ് ചെയ്യുന്നു. പക്ഷെ ഉൺറ പ്രകാരം ദേ ക്യാൻ ബി കൗണ്ടഡ് ഇഫ് ഡിസെൻഡഡ് ഫ്രം 1948 റെഫ്യൂജീസ്. ഒരു വല്ലാത്ത തരം ഒരു പ്രത്യേക അവസ്ഥ അല്ലെ. പിന്നെ ഇതിന്റെ നമ്പർ അതുകൊണ്ട് തന്നെ റെഫ്യൂജീസ് പെറ്റുപെരുകി അവരുടെ നമ്പേഴ്സും കൂടുന്നുണ്ട്. അതെന്തുകൊണ്ട്? അന്നുണ്ടായ ആ 700,000 അല്ല ഇന്നുള്ളത്. കാരണം അവർക്കൊക്കെ മക്കളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നൊന്നും റെഫ്യൂജീസ് തന്നെ. പിന്നെ ഗാസയിൽ താമസിക്കുന്ന അവരിപ്പോഴും അവിടെയും റെഫ്യൂജീസ് തന്നെ. അതാണ് ഏറ്റവും വലിയ വിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. സ്വന്തം സ്ഥലത്ത് ജീവിച്ചാൽ പോലും റെഫ്യൂജിയാണ്. ഇതാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇതൊരു യാചക സംഘമാണെന്നാണ് നമ്മൾ പറയാറ്, യാചക മാഫിയ. ഈ പറയുന്ന പാലസ്തീനിയൻ റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാചക സംഘമാണെന്ന് പറയേണ്ടി വരുന്ന അവിടെയാണ്. ഇതുപോലെ തലമുറകളോളം റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് 1948 യുദ്ധം കാരണം, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഹു ലോസ്റ്റ് ബോത്ത് ഹോം ആൻഡ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ 1948 കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ചോദ്യം വരുന്നുണ്ട്, ആരാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയത്, ആരാണ് അതിന് ഉത്തരവാദി? ഒന്നത്. രണ്ട്, ആ സംഗതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയത് ആരായാലും അവരതിനകത്ത് ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേറ്റ് എന്താണ്? ഉൺറ ഉണ്ടാവുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയത് ആരായാലും എന്താ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ജയിച്ചിരുന്നെങ്കിൽ ഈ ഉൺറ ഉണ്ടാവുമായിരുന്നോ എന്ന ചോദ്യം വരുന്ന അവിടെയാണ്. അപ്പോൾ ഈ നക്ബ എന്ന് പറയുന്ന സംഗതി 1948 സംഭവിച്ചു എന്ന് പറയുമ്പോൾ, അതിനുശേഷം വന്നു എന്ന് പറയുമ്പോൾ, നക്ബ ഉണ്ടെങ്കിലേ ഉൺറയുള്ളൂ, ഉൺറ ഉണ്ടെങ്കിലേ നക്ബ നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെയല്ല ഇത് വരുന്നത്. ഇത് പരസ്പര പൂരകങ്ങളല്ലേ? പൂരകങ്ങളാണ്. അതെ അതെ, അങ്ങനെയല്ലേ ഇത് വരുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഉൺറന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവരെങ്ങനെയാണ് ഹമാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് ഉൺറ നടത്തുന്ന ചില ചീഞ്ഞ പരിപാടികൾ, അവരെങ്ങനെ ഉണ്ടായി, അവരെന്തുകൊണ്ട് ഇന്നും ഉണ്ട് എന്നുള്ളത് തന്നെ. എന്തുകൊണ്ട് ഇത്രയും സ്പെഷ്യൽ ആവുന്നു ഈ റെഫ്യൂജീസ് ബാക്കിയുള്ളവരെ കാട്ടിയും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ നമ്മൾ തൽക്കാലം ഒന്ന് നിർത്തുകയാണ് ഈ ഒരു സംഗതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1948 കോൺഫ്ലിക്റ്റിലൂടെ ഈ നക്ബ എന്ന് പറയുന്ന ഒരു കള്ളത്തരം, അത് നമ്മളെ നാട്ടിൽ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവം, ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നക്ബ എന്ന് പറയുന്നത് എങ്ങനെയാണ്,
അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ പ്ലേ ചെയ്ത ആ വീഡിയോ, ഇൻക്ലൂഡിങ് നമ്മുടെ മഹമ്മൂദ് അബ്ബാസ് വരെ പറയുന്നത് നമ്മളതിനകത്ത് കേട്ടു. കുറച്ച് ഭാഗമേ നിങ്ങൾ കേട്ടുള്ളൂ, ബാക്കി ഇനി നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. അത് നമ്മളിവിടെ ആഡ് ചെയ്യാം. هذا الخوف سيطر على الناس بالعصابات الصهيونية. ماذا؟ أسبوعين؟ هذا كثير جدا. ساعتين زمان لبينما نحرر. هذه كذبة. اللي طلعنا يعني اللي أطلعنا الجيش الأردني على إنه بدأ يصير معارك وإحنا بدنا نروح تحت الرجلين. قالوا لنا بتطلعوا لكم ساعتين زمان لبينما نحررها وبعدين بترجعوا. طلعنا بأواعينا يعني ما أخذناش شيء لأنه بدنا نرجع بعد ساعتين، ليش نحمل؟ فبنستنطر في الساعتين لحد الآن إحنا. اعتادت إذاعات الأنظمة العربية القول لنا ابتعدوا عن الجبهة، إنها مسألة 10 أيام أو أسبوعين على الأكثر وسنعيدكم إلى عكاره. واعتدنا القول هذه فترة طويلة جدا. ماذا؟ أسبوعين؟ هذا كثير جدا. هكذا اعتقدنا، والآن طوينا 50 عاما. الجيش الإنقاذي انسحب من المدينة، فأدى إلى أن الناس بدأت ترحل. صفد بالذات مثل الخليل كانت بتخاف من أن ينتقم اليهود في ذلك الوقت من مذبحة 29. فهذا الخوف سيطر على الناس، مما أدى إلى أن يخرج الناس بشكل عشوائي من البلد. في كل شيء مؤلم، وكانوا هذول في 48 هم يدافعوا عن نفسهم يعني، وفي الآخر قالوا لهم اطلعوا على الأردن كلها كم من أسبوع وبترجعوا. كانت الميكروفونات تجوب الشوارع بالسيارات تطالب الناس بالهجرة لسلامة العمليات الحربية. يعني نودي علينا بأصوات عربية لمغادرة المنازل، لأننا نحن الفلسطينيين المقاتلون نريد أن نقوم بعمليات حربية ولا نريدكم أن تعطلونا، فنرجوكم الهجرة فورا، نرجوكم مغادرة المدينة فورا. جميعنا أنا وعائلتي وغيرنا من الناس توجهوا بأي طريقة، كل واحد بطريقته. توجهنا إلى الميناء وأخذنا باخرة. وقالوا لنا اليهود هجموا على منطقتنا والأفضل إخلاء البلد والعودة إليها بعد انتهاء المعركة. وبالفعل كان منا من ترك النار تحت طنجرة الطبيخ، ومنا من ترك أغنامه، ومنا من ترك أمواله وذهبه على أساس أن نعود بعد ساعات. إنه ذكر لي جدي وأبي عند النكبة أصدرت فتوى من قائم مقام عندنا بأنه من بقي في أرض فلسطين وفي أرض المجدل فهو خائن، وذلك من أفتى لهم بحرمة البقاء في تلك المواقع يتحمل إثم هذه الفتوى في الدنيا والآخرة، في التاريخ وأمام الله يوم القيامة. بتذكر في واحد كان ضابط إسرائيلي اسمه مونجو. أيوة. كان من كيبوتس عين مفرطس. كان بعلاقة مع جماعة من المنشيين، خاصة مع المختار. فقال له للمختار، قال له قل لي ما حدش يهج، ما حدش يروح. اما شو صار يقولوا؟ المختار خاين، المختار بيعها، المختار بيعها وناس صارت تهج. هذيك الوقت قالوا انه والله يا ابو اسبوعين وبترجعوا لفلسطين، وفي جيوش العربيه دخلت لفلسطين، وفي جيش اسمه كان جيش الانقاذ. طلعنا احنا واللي لجأوا لعنا كلنا، طلعنا الى لبنان. وكان في عنا بصراحه رعب. قرر من عائلتي، يعني كنت اكبر واحد من اللي بيرحلوا مع زوجة اخي واولاد اخي 2 انه يرحلونا. كان عندي ولا مؤاخذه كندرتين، واحده جديده وواحده عتيقه. قلت خلينا نطلع بالعتيقه لانه جديده خليها لنرجع. طلعنا على امل انه نرجع. اخذونا الى الشرق، شرق صفد، الى نهر الاردن. رحلت أسرته في البداية مع أسر أخرى بعد أن اشتدت وطأة إرهاب العصابات الصهيونية، وذلك بدافع الحرص على الحياة.
ولاعتقادهم بأن غيبتهم عن بيوتهم لن تطول أكثر من أسبوعين، ثم سيعودون إليها بعد دخول الجيوش العربية إلى فلسطين. وجاء جيش الإنقاذ العربي ليقول للفلسطينيين: جئناكم لنقضي على الصهاينة ودولتهم، فاتركوا بيوتكم وقراكم ولسوف تعودون إليها بعد أيام آمنين. وعدتنا القيادات والنخب في بداية النكبة عام 1948 بأن زمن اللجوء والشتات لن يطول، وأن الأمر لن يتعدى أياما أو أشهرا قليلة، ثم يعود اللاجئون إلى بيوتهم التي ما خرج منها أكثرهم إلا تصديقا لتلك المواعيد العرقوبية التي بذلتها لهم القيادات والنخب السياسية. أنتم لازلتم تبحثون عن آلية لإيصال الدعم كالباحث عن إبرة في كومة قش أو كجيوش أسلافكم عام 48 لتدفعنا للهجرة بزعم إخلاء ميادين القتال من المدنيين. الحقيقة اليهود ودونا واسطة أحد الناس من اللي بنعرفهم وبيعرفونا على أساس إنه خيرونا خيارات. الخيار الأول إنكم تسلموا سلاحكم وتبقوا في بلدكم وتعيشوا زي ما أنتوا عايشين، والخيار الثاني إنكم تهاجروا إذا بدكم مش تسلموا. إذا بدكم مش تهاجروا ترحلوا حضروا حالكم للقتال. طيب والثلاث صعدات، أنا يعني لما بسلم بروتي في هذاك الوقت كأني مسلم مرتي فعلا. أخطر ما كان علينا الإعلام. أنا كل ليلة المغرب كن ياخذ في الحارة تبعتنا أقرأ الجريدة الأخشرية، بيسمعوا إنه في البلد الفلانية كذا سووا في اليهود قتلوا ذبحوا. طبعا الجرايد يكذبن والراديو برضو كمان كذب، يعني تضليل على الناس. يجوا مثلا اطلعوا دير ياسين فضعوا فيها، اطلعوا ليفضعوا في نسوانكم، طلعنا جينا على الخليل. خوف مش على الجسم، على العرض والشرف. وصلوا اليهود وصلوا تقريبا حدود البلد، اجى الجيش العربي الله يخلي لنا اياه، قالوا بس اطلعوا، يعني مش اطلعوا ابعدوش يعني خليك حوالين البلد، لان بدهم يعني زياره يسووها بس يزوروا البلد ويرجعوا، وانتم بترجعوا على البلد. والله الناس طلعت مشلحه، والله ما الواحد ما اخذ رغيفكم بزرغيف، وطلعت على هالجبال نصبت حالها في هالجبال. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര നേരം നമ്മൾ ഇവിടെ കേട്ടത് ഇസ്രായേൽ പാലസ്റ്റൈൻ എന്ന വിഷയത്തിലെ അതിൻ്റെ ആ ചരിത്രത്തിലെ നഖബ വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ മൊത്തം ടൈം ലൈൻ അത് വെച്ചുകൊണ്ട് നമ്മളിതിനെ പരിശോധിച്ചിട്ട് അതിനെ രണ്ടായിട്ട് നമ്മൾ ഭാഗിച്ചു. അത് നഖബയ്ക്ക് വരെയുള്ള കാര്യവും പിന്നെ നഖബയ്ക്ക് ശേഷമുള്ള കാര്യവും എന്ന രീതിയിൽ നമ്മളവിടെ ഭാഗിക്കാൻ തന്നെ കാരണമുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒക്ടോബർ 7-ന് ശേഷം നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒക്ടോബർ 7 എങ്ങാനും നമ്മൾ പരാമർശിച്ച് കഴിഞ്ഞാൽ ഇവർ പറയും ഇത് 70 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 70 വർഷം തന്നെ നമ്മളെടുത്തു. അത് നഖബ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് തന്നെ നമ്മളിതെടുത്തു. അവിടെ മുതലുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അത് നിങ്ങൾക്ക് പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ 4000 വർഷം പഴക്കം വരെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, എവിടെയാണ്, എന്തെല്ലാമാണ് എന്നുള്ളതെല്ലാം നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആധുനിക ചരിത്രം എന്തുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല, എന്താണ് ഇതിനകത്ത് ഇസ്ലാമിനുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിതിന് ശേഷം മറ്റൊരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്കത് വിശദമായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മറ്റ്
നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള മറ്റുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ചെയ്തതിൽ നിന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം അത് ഞാനിവിടെ കുറിക്കാം. അതേപോലെയുള്ള മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ താഴെ നമ്മൾ പറയുന്നതിൽ തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടോ ഉള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇവിടെ ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കാം. നമ്മൾ അടുത്ത തവണ അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിൽ എനിക്ക് തോന്നിയൊരു ചോദ്യം ഇത് തന്നെയാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ ദിമിറ്റിയൂഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഈ ദിമിറ്റിയൂഡ് നിരോധിക്കുന്നൊരവസ്ഥയും ഈ ഓട്ടോമാനിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം നക്ബയ്ക്ക് ശേഷം ആധുനിക ചരിത്രം എന്തൊക്കെയാണ് എന്നുള്ളത്, ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മളുടെ കരാറുകൾ ഓരോന്ന് ലംഘിക്കുന്നതും പുതിയതായിട്ടുണ്ടാകുന്നതും ഒക്ടോബർ 7 എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ഭാഗം ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.